بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه البررة الكرام. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح وما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إنا نبرأ من حولنا وقوتنا إلى حولك وقوتك يا ذا الجلال والإكرام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر. نحن ندعو ربنا الكريم في التوسل واستغاثات بقرة عيننا مدبر ولي لا إله ليس خسران لمن أتى إليكم طالبا بل بمطلوب له قد فاز يا مدبر ولي لا إله ഈ വേദിയെ ധന്യമാക്കിയ ബഹുമാനമുള്ള ഉസ്താദുമാർ, ഈ നാട്ടിലെ നല്ലവരായ
രക്ഷിതാക്കൾ, സ്നേഹമുള്ള യുവാക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ഏറ്റവും പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പ്രദേശത്തെ ആത്മീയ ചൈതന്യത്തിലൂടെ കൈപിടിച്ചുയർത്തി ദിശാബോധം നൽകി ജനങ്ങളെ നന്മയിലേക്ക് നയിച്ച മഹാനുഭാവൻ സയ്യിദ് മൗല തങ്ങൾ, ആ പേരിൽ ഒരുമിച്ച നമ്മുടെ എല്ലാവിധ സതുദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. പലരും രോഗങ്ങളുടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ നട്ടം തിരിയുമ്പോൾ ഇത്തരം മഹത്തുക്കളെ സ്മരിക്കുന്ന, ഓർക്കുന്ന കാരണം കൊണ്ട് അള്ളാഹു അതിനെല്ലാം ശാശ്വത പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹല്ലിലെ മുൻഗാമികളായി മൺമറഞ്ഞു പോയ നിരവധി ആളുകൾ അള്ളാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിതകാലം പടച്ച റബ്ബിന്റെ തൃപ്തിയിൽ ജീവിച്ച് മരണം ഗുണകരമാകുമ്പോൾ കാമിലായി ഈമാനോടെ കൽബ് ലംഘി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു വളരെ ഹ്രസ്വമെങ്കിലും വടുതലയുടെ ചരിത്രം, സയ്യിദ് മൗല തങ്ങളുടെ ചരിത്രം വളരെ കൃത്യമായി നമ്മുടെ പ്രസിഡന്റ് ഷംസുദ്ദീൻ സാഹിബ് അവതരിപ്പിക്കുന്നത് കേട്ടപ്പോൾ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും മഹത്തുക്കൾ നേടിയെടുത്ത മാറ്റങ്ങളാണ് എന്നും നിലനിൽക്കുക എന്ന ധ്വനി ആ പ്രസംഗത്തിന്റെ ഓരോ വരികളിലുമുണ്ട്. റിട്ടയർമെന്റ് ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് പള്ളിയുടെ ഖിദ്മയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്വം മൗല തങ്ങളുടെ ബഹുമാനം കൊണ്ട് ഭംഗിയായ രൂപത്തിൽ നിർവഹിക്കാൻ അദ്ദേഹത്തിനും മറ്റ് കമ്മിറ്റി ഭാരവാഹികൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തു 10 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അവസാനിക്കേണ്ടതാണ്. ഈ പ്രദേശത്തെ ഖാദി ബഹുമാനപ്പെട്ട PMS തങ്ങൾ അവസാന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് കുറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി അൽഹംദുലില്ലാഹ് നമുക്ക് പിരിയാം. പിരിയലും കൂടലുമൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹത്തുക്കളെ ഓർക്കുക, അവരെ സ്മരിക്കുക, അവരുടെ ജീവിത സന്ദേശം പുതുതലമുറയ്ക്ക് കൈമാറുക, ഇതൊക്കെയാണ് ഈ കാലത്ത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകം. ജാതിയുടെ, മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുമ്പോൾ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, വിശ്വാസികൾക്കെന്നല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരത്താണിയായി മൗല തങ്ങൾ വർത്തിച്ചു എന്ന് പറയുമ്പോൾ പൂർവകാല ചരിതം ന്യൂ ജനറേഷൻ അയവിറക്കിയാൽ ഇന്ന് കാണുന്ന സംഘടനകളും കോലാഹലങ്ങളും ഒഴിവാക്കിയെടുക്കാൻ കഴിയും. ഇത്തരം മഹത്തുക്കളെ ഓർക്കുന്നതിലൂടെ നമുക്കെന്താണ് ലഭ്യമാവേണ്ടത് അല്ലെങ്കിൽ ആവുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, സമകാലീന ചുറ്റുപാടുകൾ വിലയിരുത്തുമ്പോൾ ഈ കൂടലല്ലാതെ, ഇതിലൂടെ ലഭിക്കുന്ന ഉപദേശങ്ങളല്ലാതെ നിലനിൽപ്പിന് വഴിയില്ല എന്ന് കണ്ടെത്താൻ കഴിയും. ഡൽഹിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ്
വിശ്വാസി സമൂഹം അവരവരുടെ വീടുകളിലെത്തി സുബഹി നിസ്കരിക്കാൻ കടന്നു വരുമ്പോൾ തലേ ദിവസം സുജൂദ് ചെയ്ത ഭവനം അവിടെ ഇല്ല. എത്രയോ പഴക്കമുള്ള വിശാലമായ ഖബർസ്ഥാൻ പ്രഭാതത്തിൽ എത്തുമ്പോൾ ഇടിച്ചു നിരത്തപ്പെട്ട രൂപത്തിലാണ് സമൂഹം സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നത്. ഏകദൈവ ആരാധന മാത്രം നിർവഹിക്കപ്പെട്ട, മറ്റ് ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ലാത്ത പരിശുദ്ധമായ ഒരു ഭവനം പെട്ടെന്നാണ് കോടതി വിധി അതിന്റെ ഒരു ഭാഗം ബഹുദൈവ ആരാധനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. ഗ്യാൻവാബി പള്ളി സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള തലങ്ങളിൽ എത്തിയിട്ടും സമാധാനത്തിന് പര്യാപ്തമായതൊന്നും ലഭിച്ചില്ല എന്ന വേദന നാം കടിച്ചിറക്കുകയാണ്. ഇനിയും ഇതേ ഒരു ഭരണ സംവിധാനം രാജ്യത്ത് നിലനിന്നാൽ ന്യൂനപക്ഷ മേഖല എന്താകുമെന്ന വലിയ ആശങ്ക സമൂഹത്തിനുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നല്ല, ഇന്ത്യ രാജ്യത്ത് ബഹുഭൂരിഭാഗം വരുന്ന ന്യൂനപക്ഷങ്ങളിലും ഒരു അപകർഷതാബോധം നിലനിൽക്കുന്നു എന്ന വസ്തുത മറച്ചുവെക്കാൻ കഴിയില്ല. ഇതേപോലെ നമുക്കറിയാം, ഇപ്പോൾ തന്നെ പ്രകൃതിയുടെ മാറ്റം. ഒരു വേള അറേബ്യൻ നാടുകൾ ചൂടുകൊണ്ട് പ്രയാസപ്പെടുമ്പോൾ സുഭിക്ഷമായ മഴയിലൂടെ കേരളവും പ്രാന്തപ്രദേശങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്ന് ഗൾഫ് നാടുകൾ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മുടെ നാട് അതിശക്തമായ വരൾച്ച കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഇതേപോലെ നമുക്കറിയാം, പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നു, പെട്ടെന്ന് മരിക്കുന്നു. ഈ ഒരാഴ്ച മുമ്പ് പെരുമ്പാവൂര് വട്ടേക്കാട്ടുപടി ജുമാഅത്ത് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു മരണ വീട് സന്ദർശിക്കാൻ ഞങ്ങൾ പോയി. ഇന്നും ആ വേദന നിറകണ്ണുകളോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ല. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ ഒരു പൊന്നുമോൾ, അധ്യാപകരൊക്കെ ആ കുട്ടിക്ക് A+ കിട്ടുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കുട്ടി തന്റെ കുടുംബങ്ങളിലെ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന കസേരയിൽ നിന്ന് അല്പം താഴോട്ടിങ്ങനെ ഊർന്നിറങ്ങുന്നത് കാണുന്നു. ഒപ്പമുള്ളവർ കരുതിയത് അത് കളിയുടെ ഭാഗമാകാം എന്ന. 5 മിനിറ്റ് കഴിയുമ്പോ ആ കുട്ടി നേരെ നിൽക്കുന്നില്ല, ചെരിഞ്ഞു കിടക്കുന്ന കാഴ്ചയിൽ തൊട്ടു നോക്കുമ്പോ ജീവൻ പോയിട്ടുണ്ട്. ആ പൊന്നുമോൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ, ഭരണതലങ്ങളിലുള്ള പ്രതികൂലമായ ഇടപെടലുകൾ, എവിടെയും സമാധാനത്തിനും ശാന്തിക്കും വകയില്ലാതെ നെട്ടോട്ടം ഓടുമ്പോ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെ പ്രതിരോധിക്കാനും അതിജയിക്കാനും അവലംബിക്കുന്ന മാർഗം ചിന്തിക്കുമ്പോഴാണ് മൗലാന തങ്ങളെപ്പോലുള്ള മഹത്തുക്കളെ അനുസ്മരിക്കുന്നതിന്റെ യഥാർത്ഥമായ ആ സദസ്സിന്റെ ബഹുമാനം നമുക്ക് ബോധ്യപ്പെടുക. ഈ വിഷയങ്ങൾക്കൊന്നും സംഘടനം ഒരു പര്യാപ്തമായ വഴിയല്ല, വിപ്ലവം ഒരു വഴിയല്ല, ജനങ്ങളുമായി പരസ്പരം കലഹിക്കൽ ഒരു വഴിയല്ല. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ മറികടക്കാൻ ആത്മീയമായ മുന്നേറ്റത്തിലൂടെ നാഥനായ റബ്ബിന്റെ പൊരുത്തം കരഗതമാക്കുക എന്നതാണ്. അത് ചിന്തിക്കുമ്പോ ഞാൻ ഒരൊറ്റ ഹദീസ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇൻഷാ അല്ലാഹ് പ്രസംഗം അവസാനിപ്പിക്കും. ആയുധമല്ല പരിഹാരം, സംഘട്ടനമല്ല പരിഹാരം, വിപ്ലവമല്ല പരിഹാരം, അക്രമമല്ല പരിഹാരം. ആത്മീയമായ മുന്നേറ്റത്തിലൂടെ നാഥനായ റബ്ബുമായി അടുക്കുമ്പോ ഏതു പ്രതിസന്ധികളെയും മറികടക്കാൻ പര്യാപ്തമായ
ഈമാനികമായ മുന്നേറ്റമാണ് ഞാനും നിങ്ങളുമൊക്കെ നടത്തേണ്ടത്. അതിനെന്തു വേണം? ആത്മീയമായ പവർ ലഭിക്കാൻ ആത്മാവിൽ വരുന്ന വൃത്തികേടുകളെ കണ്ടറിഞ്ഞ് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങളെന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ തിരുത്തലിന് തയ്യാറാവണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ആദ്യം തന്നെ ഓതി വച്ച ആയത്ത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ. എവിടെയും വിജയികൾ ആരാണ്? ഏത് തലങ്ങളിലും വിജയിക്കുന്നവരാരാണ്? സാമ്പത്തികമായ സ്രോതസ് കൊണ്ട് ഔന്നത്യങ്ങളിൽ എത്തിപ്പെടുന്നവരല്ല, ഭൗതികമായ കഴിവുകളെ കൊണ്ടെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുന്നവരല്ല, മറിച്ച് ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഉയരാനും എത്തിപ്പെടാനും കഴിയുന്നവർ മൻ സക്കാഹാ. ജീവിതത്തിൽ അവനവന്റെ ഹൃദയത്തിലെ ഈമാനികമായ ചൈതന്യത്തെ മാച്ചുകളയുന്ന ന്യൂനതകൾ, അതിന് പിടിപെടുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടറിഞ്ഞ് പൂർണ്ണമായ അതിനെ വൃത്തിയാക്കാനുള്ള വഴി അവലംബിക്കുന്നവരാണ് യഥാർത്ഥ വിജയികളെന്ന് നാഥനായ റബ്ബ് ഒരു ഭാഗത്ത് പറയുമ്പോ ഉടനെ തന്നെ അല്ലാഹു പറയുന്നു വഖദ് ഖാബ മൻ ദസ്സാഹാ. ഭൗതികതയുടെ അതിപ്രസരത്തിൽ നാഥനായ റബ്ബിനെ മറന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ കണ്ടതിന്റെ പിന്നാലെ വെറും മോശത്തരത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവർ അവർ പരാജിതരാണെന്നു മാത്രമല്ല, അവർ ബന്ധപ്പെടുന്ന മേഖലകളും പരാജയത്തിലേക്ക് തന്നെ കൂപ്പുകുത്തുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ ഈ തലമുറയോട് നമുക്ക് പറയാനുള്ളത് മുൻഗാമികൾ വിജയിച്ച വഴി ഏതാണോ ആ വഴി അവലംബിക്കലല്ലാതെ ശാശ്വതമായ പുരോഗതിയുടെ വഴിയില്ല. ഇത് ചിന്തിക്കുമ്പോ ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില വിഷയങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. ആ മഹാനുഭാവൻ പറഞ്ഞു, മനുഷ്യൻ നന്നാവാനുള്ള ചില കാരണങ്ങളാണ്, മനുഷ്യൻ കേടുവരുന്ന ചില കാരണങ്ങളുമാണ് ഹദീസിൽ പരിചയപ്പെടുത്തുന്നത്. സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അർബഅത്തുൻ മിൻ ളുൽമത്തിൽ ഖൽബ്. 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ അതുമായി ബന്ധപ്പെടുമ്പോ ഈമാനിക ശോഭ കൊണ്ട് ലംഘേണ്ട ഹൃദയങ്ങൾ ഈ ബോക്സിനേക്കാൾ കറുത്തിരുണ്ട് വൃത്തികേടിലായി മാറും. അവൻ കൈകൾ ഉയർത്തിയാൽ നാഥൻ അവന്റെ ദുആയ്ക്ക് ഉത്തരം കൊടുക്കുകയില്ല, അവന്റെ മനസ്സിന് സമാധാനം ലഭിക്കുകയില്ല, അവന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയില്ല. ക്ഷണികമായ ചില സാന്ദർഭികമായ വിജയങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും ശാശ്വതമായി പരാജയത്തിലേക്ക് പോകും. 4 കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിന് കേടുവരുത്തുന്ന കാര്യങ്ങളാണ്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്, നാഥനായ റബ്ബുമായി അകന്നു പോകുന്ന കാര്യങ്ങളാണ്, മോശമായി മരിക്കാൻ സാഹചര്യം ഒരുക്കുന്ന കാരണങ്ങളാണ്, നരകത്തിലേക്കുള്ള വിറകായി മാറാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. ആരാ പറയുന്നത്? സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ വിശകലനം ചെയ്യണമെങ്കിൽ വിശാലമായൊരു സമയം അനിവാര്യമാണ്. നമ്മുടെ ഹസൻ ഉസ്താദ് ഇവിടെ വന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഏകദേശം 10 മണിക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് ഞാനത് പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷേ നാം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ വിശാലമായ ഒരു സമയം അനിവാര്യമാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഭൗതിക തലങ്ങളിലെ പലതും വിലയിരുത്താൻ കഴിയുമെങ്കിൽ ആ തലങ്ങൾ നമ്മുടെ സമൂഹം ഇന്ന് അധപ്പതിച്ചു. മൗലാ തങ്ങളെപ്പോലെ ആത്മീയത നുകർന്ന അവരുടെ ജീവിതം പകർന്നു കൊടുക്കുന്ന വേദികൾ ഇന്നില്ല. പലപ്പോഴും നമുക്കറിയാം, നാം കാണുന്ന പലതും, സോഷ്യൽ മീഡിയകളിലൂടെ ചിന്തിക്കുന്ന പലതും അതിങ്ങനെ കുറെ മണിക്കൂറുകൾ പറയുക എന്നതിനപ്പുറം മനുഷ്യൻ വിജയിക്കാൻ അവനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളും പരാജയത്തിലേക്ക് അവനെ കൈനടത്തുന്ന കാര്യങ്ങളും ചിന്തിക്കാനോ പറയാനോ സമയമില്ലാത്തൊരു ഗതികേട് മുസ്ലിം സ്റ്റേജുകളിൽ നിന്ന് സ്വാഭാവികമായി വന്നതാണ് ഒരു പരിധിവരെ വലിയൊരു പരാജയത്തിന്റെ കാരണം. ഇവിടെ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 4 കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ കേടുവരുത്തും.
അതിൽ ഒന്നാമത് മഹാനുഭാവൻ പറഞ്ഞത് എന്താണ്? സുഹ്ബത്തുൽ ളാലിമീൻ. ഒന്നാമത് പറഞ്ഞു സുഹ്ബത്തുൽ ളാലിമീൻ. രണ്ടാമത് ബത്നുൻ ശബിആൻ മിൻ ഗൈരി മുബാലത്തിൻ. മൂന്നാമത് മഹാനുഭാവൻ പറഞ്ഞു വനിസിയാനുദ് ദുനൂബിൽ മാദിയ. നാലാമത് പറഞ്ഞു വതൂലുൽ അമൽ. ഈ കാര്യങ്ങളൊക്കെ ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്താൽ ഇന്ന് 10 ഒരാഴ്ച പറഞ്ഞാലും തീരൂല. ഞാനും നിങ്ങളൊക്കെ അതിന്റെ അടിമകളായതുകൊണ്ട് തന്നെ ഇന്ന് കൈകൾ ഉയർത്തിയാൽ റബ്ബ് പരിഗണിക്കുന്നില്ല. നമുക്കറിയാം, അറഫയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോ അള്ളാഹു നമുക്കൊക്കെ പുണ്യഭൂമിയിലെത്താനുള്ള ഭാഗ്യം തരുമാറാവട്ടെ. നല്ലോണം ആമീൻ പറയാം. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചൊവ്വാഴ്ച പോകും, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ചൊവ്വാഴ്ച പോകും. അതുപോലെ നമുക്കൊക്കെ പോകാൻ തൗഫീഖിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അറഫയിൽ നമ്മൾ മുസ്ദലിഫയിൽ എത്തുമ്പോ ഒരു ചെറിയ രൂപത്തിൽ വിവരമുള്ള ഉസ്താദുമാർ സംഘത്തിലുണ്ടെങ്കിൽ ഒരു പ്രദേശത്ത് വരുമ്പോ പറയും, നിങ്ങൾ അല്പം വേഗതയിൽ അവിടെ പോകണം. മുസ്ദലിഫയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ നടക്കരുത്. ഒരു ചെറിയ ഭാഗം മാത്രം അല്പം വേഗതയിൽ നിങ്ങൾ കടന്നു പോകണം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആ ഒരു ചെറിയ പ്രദേശത്തോട് മാത്രം എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ റസൂലുള്ളാഹിന്റെ കൽപ്പന? അത് വിലയിരുത്തുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് അള്ളാഹുവിന്റെ വലിയ ഒരു ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ് അവിടെ. ഏതാണത്? ആരാരും സഹായിക്കാനില്ലാതെ, ആരാളും ഒരു പ്രൊട്ടക്ഷ വലയം തീർക്കാനില്ലാതെ വിശുദ്ധമായ കഅബ പൊളിക്കാൻ അബ്റഹത്തും ആനപ്പടയും വരുമ്പോ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ചെറിയ കുഞ്ഞു കിളികൾ അതിന്റെ ചുണ്ടിലും കൈകളിലും പെറുക്കിയെടുക്കുന്ന കല്ലുകൾ പൗണ്ട് കണക്കിന് തൂക്കമുള്ള ബോംബിനേക്കാൾ പ്രഹരശേഷിയോടെ ആനപ്പടയെ നിലംപരിശാക്കിയെങ്കിൽ അവിടെ വേഗതയിൽ പോകണമെന്ന് ചരിത്രം ഇന്നും പറയുമ്പോ ആ അബാബിൽ പക്ഷികൾ ഇന്നുണ്ട്, പറഞ്ഞയച്ച റബ്ബും ഇന്നുണ്ട്. ബാബരി പള്ളിക്ക് പിന്നാലെ ഗ്യാൻവ്യാപി പള്ളിയും ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവർ നാട് വിടണമെന്ന രൂപത്തില് ചില ചർച്ചകൾ രാജ്യത്ത് പുരോഗമിക്കുമ്പോ ഇവിടെ വേണ്ടത് പ്രതിരോധ വലയം അക്രമത്തിലൂടെയല്ല, സംഘട്ടനത്തിലൂടെയല്ല. അബാബിൽ പക്ഷികളെ കൊണ്ടൊരു സമൂഹത്തെ സംരക്ഷിച്ച നാഥന്റെ സഹായം അത് ലഭിക്കാൻ പര്യാപ്തമായ ജീവിതത്തിന്റെ മേഖല കൈയാളുക എന്നതാണ്. അത് ചിന്തിക്കുമ്പോ നമുക്കത് ലഭിക്കാതെ പോകുന്നതിന്റെ കാരണമാണ് സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയം കേടുവരാനുള്ള ഒന്നാമത്തെ കാരണം സുഹബത്തുൽ ളാലിമീൻ. മോശക്കാരുമായി കലരുക, മോശ സ്വഭാവമുള്ളവരുമായി സഹവസിക്കുക, നന്മയുടെ വെളിച്ചമുള്ള ആളുകളുമായി അകലുക. എവിടെയും വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകൾ ചെയ്യുന്നവരോട് അടുക്കാനും പെരുമാറാനുമുള്ള മനുഷ്യന്റെ ആ താല്പര്യം അത് കൂടി വരുന്നതിലൂടെ ഈമാനികമായ ശോഭ നഷ്ടപ്പെടുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതല്ലേ രാജ്യത്ത് നിന്ന് കാണുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഗവൺമെന്റ് സ്കൂളല്ല, പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി തിരുവനന്തപുരത്തൊരു പത്രസമ്മേളനത്തിൽ വളരെ കാര്യമായി പറഞ്ഞൊരു വിവരം, ഒരു ചെറിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്ന് 8ഓളം വരുന്ന യൂണിഫോമുകൾ. ആ രംഗത്തേക്ക് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകൂടൽ മാറിയിട്ടുണ്ട്. എന്തിനാണ് ഒരു കുട്ടിയുടെ ബാഗിൽ 8 യൂണിഫോം? വടുതലയിലുള്ള സ്കൂളിലെ യൂണിഫോം അല്ല, കുറെ അങ്ങോട്ട് പോയാൽ നെട്ടൂരിലുള്ളത്. നെട്ടൂരിലെ യൂണിഫോം അല്ല, ആ വൈറ്റിലയിലുള്ളത്. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും സ്കൂളുകളും മാറുമ്പോ യൂണിഫോമുകൾ മാറും. ഈ യൂണിഫോമുകൾ മാറുന്നതാരാണ്? മാറ്റുന്നതാരാണ്? ലഹരി വ്യാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ചില മാഫിയകളാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുരുന്നിനെ വിലക്കെടുക്കുകയാണ്. 8ഓളം വരുന്ന യൂണിഫോമുകൾ പ്രത്യേക രൂപത്തിൽ ഇതാ തയ്പ്പിച്ചു കൊടുക്കുകയാണ്. ഓരോ സ്കൂളിന്റെ കവാടങ്ങളിൽ എത്തുമ്പോഴും അതാത് സ്കൂളിൽ ചേർന്ന യൂണിഫോമുകൾ ധരിച്ചുകൊണ്ട് ലഹരിയുമായി കവാടങ്ങളിലേക്ക് കടന്നു പോകുന്ന രൂപത്തിലാണ്
ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ചെങ്ങാത്തവും ആ രൂപത്തിലാണ് പെരുമാറ്റവുമെങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹവസിച്ച് അടുത്തു നിന്ന സ്വഹാബികളിൽ പ്രമുഖരായ മഹാന്മാർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിസ്കാര തഴമ്പ് കൊണ്ട് കാര്യമില്ല, താടിയുടെ വലിപ്പം കൊണ്ട് കാര്യമില്ല, സ്വകാര്യ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന മേഖല വഷളാണോ അവന്റെ ഹൃദയത്തിൽ ഈമാന്റെ കണികയില്ല. പുറമെ കാണുമ്പോൾ ആള് മാന്യനാണ്, വലിയ തലപ്പാവും താടിയും നിസ്കാര തഴമ്പും പള്ളിയിൽ ഇത്തിക്കാഫും ഒക്കെയുണ്ട്. പക്ഷെ സ്വകാര്യ ജീവിതത്തിൽ അവൻ ബന്ധപ്പെടുന്ന മേഖല എപ്പോഴും വൃത്തികെട്ടതിനോടാണ്. മൊബൈൽ ഫോൺ അങ്ങ് തുറന്നാൽ, സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയാൽ അവിടെയും അവൻ സ്വകാര്യമായി കാണുന്നത് ഹറാമായ വൃത്തികേടുകൾ തന്നെയാണ്. പാതിരാവിന്റെ മറവിൽ ഉറങ്ങാൻ കിടന്നാൽ നാഥനായ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് കിടക്കേണ്ടതിനു പകരം യൂട്യൂബിലൂടെ അന്യപെണ്ണിന്റെ നഗ്നത കാണുകയാണ്, ഹറാമ് കാണുകയാണ്, വൃത്തികേടുകൾ കാണുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ എവിടെ വൃത്തികേട് കണ്ടാലും ആ വൃത്തികളോട് ചേർന്നിരിക്കുന്ന ഒരു മനോഭാവം മനുഷ്യരിലങ്ങ് പിടികൂടുമ്പോ സ്വാഭാവികമായും ഈമാന്റെ ശോഭ അവിടെ കെടുകയാണ്. അവൻ റബ്ബിനോട് കൈകൾ ഉയർത്തിയാൽ നാഥനായ റബ്ബ് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല. ചെറിയൊരു ന്യൂനതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥനയ്ക്ക് എവിടെയാണ് ഇജാബത്തുള്ളത്? കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആഖിറത്തിൽ ആ നേതാവിനെ കാണാനും കൈപിടിക്കാനും അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. പോരാ, അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ആരാ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ലോകത്ത് അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ ഇതുപോലെ മഹത്വമുള്ള ഒരാൾ വേറെയില്ല. ഹജ്ജിന് പോയാൽ ഗാർ സൗർ, ആ മലയുടെ മുകളിലേക്ക് അങ്ങ് കയറുമ്പോ സിദ്ദീഖ് തങ്ങളുടെ ഓർമ്മ കൊണ്ട് നമ്മൾ അറിയാതെ കണ്ണു നിറയും. എന്താ സംഭവം? വലിയ മലയുടെ മുകളിലും കൊണ്ട് കയറി ഇപ്പോഴും ചെല്ലണമെങ്കിൽ 1 മണിക്കൂറിലധികം വേണം. 4-5 കുപ്പി വെള്ളം കയ്യിൽ കരുതണം. ഈ രൂപത്തിലാണ് ആ മലയുടെ മുകളിൽ കയറാൻ കഴിയുക എങ്കിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളും ആ മലയുടെ മുകളിലേക്ക് കയറി ചെന്നപ്പോ ദാഹം സഹിക്കവയ്യാതെ പ്രയാസപ്പെടുകയാണ്. ദാഹം കൂടുതലായാൽ അവരവലംബിക്കൽ എന്താണ്? ഒരു കാലത്ത് വടനിലയിലെ പൂർവികർ മൗലാ തങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞതുപോലെ വലൈസാലനാ ഇല്ലാ ഇലൈകാ ഫിറാറുനാ വൈനാ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. വടനിലയുടെ ചരിത്രം പഠിക്കുമ്പോ എല്ലാ മതവിഭാഗങ്ങളും പ്രയാസങ്ങൾ വരുമ്പോ പ്രിയപ്പെട്ട മൗലാ തങ്ങളെ കണ്ടിരുന്നു എങ്കിൽ അത് സ്വഹാബികൾ നമ്മെ പഠിപ്പിച്ചതാണ്. പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ തൊണ്ട വരളുമ്പോ മലയുടെ മുകളിലാണല്ലോ, ആശങ്കയില്ല, വെള്ളം കിട്ടുമോ എന്ന ഒരു സംശയമില്ല. നേരെ ചെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. അല്ലാഹു റസൂലിനോടാ പറയണത്. ആ പറയുന്ന സിദ്ദീഖ് തങ്ങൾക്കറിയാം ചോദിച്ചാൽ കിട്ടും. അപ്പൊ റസൂലുള്ളാഹി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഇദ്ഹബ് ഇലാ സദരിൽ ഗാർ, ആ ഗുഹയുടെ മധ്യഭാഗത്തേക്ക് നിങ്ങൾ പോകണം. കേൾക്കേണ്ട താമസം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആ ഗുഹയുടെ മധ്യഭാഗത്തേക്ക് അങ്ങ് നീങ്ങുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴോ ചെറിയ നീരുറവ കാണാം. അതിൽ നിന്ന് താ നല്ലവണ്ണം കുടിക്കുകയാണ്. എന്താണ് ആ പാനീയത്തിന്റെ പ്രത്യേകത? അഹ്ലാ മിനൽ അസ്ൽ, തേനിനേക്കാൾ മാധുര്യമാണ്, പാലിനേക്കാൾ വെളുപ്പാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. ഇത് എന്റെ വക പറയുന്നതല്ല, സുൽത്താനുൽ ഉലമ AP ഉസ്താദ് എഴുതിയ ഒരു പുസ്തകത്തിലുള്ളതല്ല, ശംസുൽ ഉലമ എഴുതിയ ഒരു പുസ്തകത്തിലുള്ളതല്ല, നമ്മുടെ നാട്ടുകാരനായ വടതല ഉസ്താദ് എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. ഇന്നും മദീനയുടെ വിശാലമായ ലൈബ്രറിയിലേക്ക് കയറി ചെന്നാൽ അവിടെ എഴുതപ്പെട്ട കിതാബിൽ ഇപ്പോഴും കാണാം ഈ ചരിത്രം. പറഞ്ഞു വന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചു, വെള്ളം നല്ലവണ്ണം കുടിച്ചു. എന്നിട്ട് റജഅതു ഇലാ റസൂലില്ലാ, നബി തങ്ങളിലേക്ക് മടങ്ങി വന്നു. ശരിബ്ത യാ അബൂബക്കർ, സിദ്ദീഖേ വെള്ളം കുടിച്ചോ? ശരിബ്തു യാ റസൂലല്ലാഹ്, ഞാൻ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു.
അപ്പൊ മുത്തനബി തങ്ങൾ ചോദിച്ചു, ആ വെള്ളം എവിടെ നിന്ന് കിട്ടി എന്നറിയുമോ? അല്ലാഹു അഅലം വറസൂലു, എനിക്കതിനെപ്പറ്റി യാതൊരു കാഴ്ചപ്പാടുമില്ല. അങ്ങയോട് പറഞ്ഞു, പോകാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു, എനിക്കിഷ്ടം പോലെ വെള്ളം കിട്ടി. അപ്പൊ മുത്തനബി പറയുകയാണ്, സിദ്ദീഖ്, നിഴൽ പോലെ എന്നെയും വിശുദ്ധമായ ദീനിനെയും സഹായിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും ജീവനങ്ങ് വലിച്ചെറിയാൻ തയ്യാറായപ്പോ നിങ്ങളുടെ ദാഹം അല്ലാഹു മനസ്സിലാക്കി മലക്കുകളോട് പറഞ്ഞു, സിദ്ദീഖിന് ദാഹമുണ്ട്, പരിഹരിക്കപ്പെടണം. അങ്ങനെ നിങ്ങൾക്ക് ലഭ്യമായ ദാഹം അനുഭവപ്പെടുമ്പോ മലക്കിന്റെ സഹായത്തോടെ പ്രത്യേകമായ അല്ലാഹു പരിഗണിച്ച ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നല്ല ഒരു ജീവിതം മുന്നിൽ കാണുമ്പോ ഒരു വേള, ഒരു നോമ്പ് തുറയുടെ സമയം, ഒരു പിടി ആഹാരം നല്ലതല്ലാത്തത് ആമാശയത്തിലേക്ക് എത്തിപ്പെടുമ്പോ മാസങ്ങളോളം കരയുകയാണ്. കഴിച്ച ഉടനെ കൈകൾ വായിലിട്ട് കഴിച്ചത് മുഴുവനും ഛർദിക്കുകയാണ്, നുരയും പതയും വരികയാണ്. എന്നിട്ടും കരച്ചിൽ നിൽക്കാതെ വന്നപ്പോ അനുയായികൾ ചോദിക്കുന്നു, സിദ്ദീഖ്, എന്താണ് ഇങ്ങനെ കരയാനുള്ള കാരണം? ആ സമയത്ത് മഹാനുഭാവൻ പറഞ്ഞു, വൃത്തികേടുകളോട് അത്രയും വെറുപ്പായിരുന്നു. കുല്ലു ലഹമിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഏതൊരു മോശമായ ആഹാരപാനീയങ്ങളും അത് അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു തരി ആഹാരമാണെങ്കിലും ഹൃദയത്തിന്റെ ആമാശയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോയാൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമില്ല, അവന്റെ മനസ്സിന് സമാധാനമില്ല. വൃത്തികേടുകളുമായി അകന്നു നിൽക്കാൻ പൂർവികർ അത് ഭക്ഷണത്തിലാണെങ്കിലും ജനങ്ങളുമായുള്ള ഇടപഴകലിലാണെങ്കിലും ആരുമായുള്ള സംസാരങ്ങളിലാണെങ്കിലും ഇത്രയേറെ സൂക്ഷ്മത പുലർത്തിയെങ്കിൽ ഇന്നത്തെ യുവാക്കൾ, ഇന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ അവരുടെ സഹവാസം മിക്കവാറും വൃത്തികേടുകളുമായി ബന്ധപ്പെടുന്നവരുമായിട്ടാണ്. ഇനി അങ്ങനെ അല്ലെങ്കിലോ അവന്റെ കൈവശമുള്ള ഫോണിലൂടെ എപ്പോഴും വൃത്തികേടിലാണ്. എങ്ങനെയാണ് റബ്ബ് നമ്മളെ തിരിഞ്ഞു നോക്കുക? വിശുദ്ധ റമദാൻ അങ്ങ് കടന്നുപോയി. വലിയ വലിയ ജനബാഹുല്യമുള്ള മഹല്ലുകളിൽ പോലും നമുക്കറിയാം ഇലക്ഷന്റെ പ്രചരണ പരിപാടി നടക്കുന്ന സമയമാണ്. ഭരണം മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന സമയമാണ്. പക്ഷേ തറാവീഹിന് 20 റക്അത്ത് നിസ്കരിക്കുന്ന പള്ളികളിൽ ആളിന്റെ എണ്ണം കുറവാണ്. 3 റക്അത്ത് വിത്തറിന് കുറവാണ്. 20ഉം 3ഉമായി ശരാശരി മഹല്ലിന്റെ സർവേ നടത്തിയാൽ മിക്കവാറും മഹല്ലുകളിൽ ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. അല്ലാഹുവിനെ സഹായിക്കാതെ ഇങ്ങോട്ട് സഹായം വേണമെന്ന് ആഗ്രഹിച്ചാൽ എവിടെയാണ് നേടാൻ കഴിയുക? കണ്ടില്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് കുറച്ചുകൂടെ വോൾട്ടേജിലാക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്തല്ലേ നമ്മുടെ ഏറ്റവും കാതലായ ജീവന്റെ തുടിപ്പെന്ന് പറയുന്നത്. ആ സ്വലാത്തല്ലേ മോക്ഷത്തിന്റെ വഴി. ആ സ്വലാത്തല്ലേ ഈമാനിന്റെ തെളിവിന് ഉപകരിക്കുക. അതെവിടെ കേട്ടാലും ഉച്ചത്തിലങ്ങ് ചൊല്ലണം മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്കറിയാം, നമ്മളുമായി ബന്ധപ്പെട്ട പലരും മരിച്ചുപോയി. അതിൽ പിതാവ് മരിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്, മാതാവ് മരിച്ചവരുണ്ട്, അതേപോലെ ഭാര്യ മക്കൾ മരിച്ചുപോയവരുണ്ട്. നമ്മുടെ നിഷാദിന്റെ ഒക്കെ പ്രിയപ്പെട്ട മകൻ ഉൾപ്പെടെ അല്ലാഹു ആഖിറത്തിലേക്കുള്ള മുൻവിരുന്നായി സ്വീകരിക്കുമാറാവട്ടെ. പക്ഷേ പ്രിയപ്പെട്ട 7 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ ഉള്ള മകൻ മരിച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ സ്നേഹിക്കുന്ന നിഷാദ് എവിടെ വരെയാണ് പോയത്? ഖബറിന്റെ തൊട്ടരികിൽ വരെ പോയി. മകന്റെ മുകളിൽ ആ മണ്ണങ്ങനെ വാരിയിടാൻ കൂടി അസ്സലാമു അലൈക എന്ന് പറഞ്ഞു സലാം പറഞ്ഞു പിരിഞ്ഞതല്ലാതെ ആ ഖബറിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കാനോ അവിടെ ഒന്ന് പരസ്പരം ആശയവിനിമയം നടത്താനോ അങ്ങോട്ട് കടന്നു ചെല്ലാത്ത ഒരു പോക്കാണ് പോയതെങ്കിൽ എന്റെയും നിങ്ങളെയും ഒക്കെ ശരീരം ആ ഖബറിന്റെ ഇരുട്ടറയിൽ അങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോ അങ്ങോട്ട് വരുന്ന ഒരേ ഒരാൾ ലോകത്തുണ്ടെങ്കിൽ മൗലായ സ്വല്ലി വസൽ അങ്ങോട്ട് കടന്നു വരുന്നതാരാ? മുത്തനബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസല്ലേ ബുഖാരിയുടെ.
ഖബറിന്റെ ഉള്ളറയിൽ മുത്തുനബി തങ്ങൾ വന്നിട്ട് മലക്കുകൾ ചോദിക്കും, അറിയുമോ? അറിയാം, ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതരാണെന്ന് ഈമാനുള്ളവർ പറയുമെന്നല്ലേ ഹദീസിൽ പറഞ്ഞത്. ഖബറാകുന്ന ഇരുട്ടറയിൽ പോലും നമ്മെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോ നാം അനങ്ങാതിരുന്നാൽ ആ നബിയുടെ റെക്കമെൻഡ് എങ്ങനെ കിട്ടും? അതുകൊണ്ട് നല്ലോണം ചൊല്ലണം സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അതാണ് പറഞ്ഞത്. കണ്ടോ നിങ്ങൾ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഔന്നത്യങ്ങളിൽ എത്തിപ്പെട്ടതിന്റെ കാരണം ഈ സുഹബത്താണെങ്കിൽ പറഞ്ഞു വന്നത് ഹൃദയത്തിലെ ഈമാൻ കെട്ടുപോകാനുള്ള കാരണം വൃത്തികേടുകളുമായുള്ള ഇടപഴകലാണ്, വൃത്തികെട്ടവരുമായുള്ള സഹവാസമാണ്, മോശത്തരങ്ങൾ നിരന്തരം കാണലാണ്, കാതും കണ്ണും കേൾവിയുമൊക്കെ അല്ലാഹ് പൊരുത്തപ്പെടാത്ത വഴിയിലാണ്. ഇതൊന്നും പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റൂല. നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ പ്രയാസങ്ങൾ വരണം. അള്ളാഹു മാരക രോഗങ്ങളെ തൊട്ട് കാക്കുമാറാവട്ടെ. നിങ്ങളെ ഞാൻ സ്ഥലം പറയുന്നില്ല. എറണാകുളം ജില്ലയിൽ ഒരു പ്രദേശത്ത്, ആ പ്രദേശത്തുകാരിയായ ഒരു പെണ്ണ് ഒരു തവണ എന്റെ കൂട്ടത്തിൽ ഉംറ യാത്രയിലുണ്ട്. മത്താഫിൽ ഇറങ്ങി ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോ ഈ പെണ്ണിന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, മത്താഫിൽ അമിതമായി ശബ്ദമുയർത്തരുത്. പുരുഷന്റെ ശബ്ദത്തെക്കാൾ പെണ്ണിന്റെ ശബ്ദമുയരാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു പോകുമ്പോ പറഞ്ഞു, ഉസ്താദെ, എന്നെ ശപിക്കരുത്, എന്നോട് പൊരുത്തപ്പെടണം. എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത്? എന്റെ പഞ്ചായത്തിൽ എന്നെ പോലെ ഇടതൂർന്ന് മുടിയുള്ള ഒരു പെൺകുട്ടി വേറെയില്ല. എന്റെ ശരീരത്തിന്റെ വെളുപ്പ് പോലെ വെളുപ്പുള്ള ഒരു പെൺകുട്ടി വേറെയില്ല. വല്ലാതെ ഞാൻ അഹങ്കരിച്ചു. പല സ്ഥലങ്ങളിലും ഉസ്താദുമാരുടെ പ്രഭാഷണ വേദികളിൽ ശരീരമാസകലം മറയ്ക്കണമെന്ന ആയത്തോതുമ്പോ ഞാൻ അതിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ പരിഹസിച്ച കാരണം സ്കൂളിലേക്ക് ചെന്നാൽ എന്റെ ബന്ധങ്ങൾ ഇത്തരം കാര്യങ്ങളെ നിരാകരിക്കുന്നവരുമായിട്ടാണ്. നല്ലവരുമായി എന്നെ മാതാപിതാക്കൾ അടുപ്പിച്ചില്ല. പലപ്പോഴും വൃത്തികേടിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന മേഖല കണ്ടിട്ടും എന്റെ മാതാപിതാക്കൾ നിരുത്സാഹപ്പെടുത്തിയില്ല. അതുകൊണ്ട് ഖുർആനിനോട് എനിക്ക് അവജ്ഞ തോന്നി, ആശയങ്ങളോട് എനിക്ക് വിരക്തി തോന്നി. ഞാൻ അതിനെ പരിഹസിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോ എന്റെ കല്യാണം കഴിഞ്ഞു. ആ കല്യാണങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ എത്രത്തോളം മോഡലാവാൻ പറ്റും അതൊക്കെ ആയി. അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചു. രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് 6 മാസം കഴിയുമ്പോ എന്റെ വലത്തെ ബ്രസ്റ്റിന് താഴെ വലിയൊരു മുഴ കണ്ടു. ബയോപ്സിക്ക് വിധേയമായി ക്യാൻസർ സ്ഥിരീകരിച്ചു. അങ്ങനെ ആ വലത്തെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അത് ഡോക്ടർമാർ എടുത്തു കളഞ്ഞു. റേഡിയേഷൻ കീമോ കഴിഞ്ഞു. തൽക്കാലം എന്റെ മുറിവുണങ്ങി. തലയിലൊക്കെ അല്പൽപ്പം മുടികൾ വന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വീണ്ടും എന്റെ കുട്ടിയെ മുല കുടിപ്പിച്ച് ഏകദേശം 1 വയസ്സ് എന്റെ പ്രിയപ്പെട്ട കുട്ടിക്കാകുമ്പോ ഇടത്തെ ഭാഗത്തും ഒരു തടിപ്പ് കണ്ടു. ബയോപ്സി നടന്നു. റിസൾട്ട് വന്നു, ക്യാൻസർ ആണ്. രണ്ടാമത്തെ ബ്രസ്റ്റും റിമൂവ് ചെയ്തു. ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട 1 വയസ്സുള്ള കുരുന്ന് മുലപ്പാലിന് വേണ്ടി വാവിട്ട് കരയുമ്പോ കുപ്പിപ്പാല് കൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ടി വന്നു. എന്നിട്ട് ആ പെണ്ണ് പറയുകയാണ്, ഇന്നെന്റെ തലയിൽ ഒരൊറ്റ മുടി പോലുമില്ല, എന്റെ കൺപുരികങ്ങളില്ല, ശരീരത്തിന് വെളുപ്പില്ല, തലയിൽ ഞാൻ ഈ കെട്ടിങ്ങനെ അഴിക്കാറില്ല. റബ്ബിക്കും, അഹങ്കാരത്തിൽ ആരും ജീവിക്കണ്ട. റബ്ബുണ്ടെന്നുള്ള ബോധം വേണം. ക്ഷണികമായ സുഖത്തിന് കാണുമ്പോ പിന്നാലെ ഓടാൻ നിൽക്കണ്ട. നല്ലവരുമായുള്ള ഇടപഴകൽ വേണം. എന്നിട്ട് റബ്ബ് പറഞ്ഞു, അസ്ലിമൂ ലഹു, പൂർണ്ണതോതിൽ ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, പടച്ചുറപ്പിന്റെ പരീക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് സുമ്മ ലാ തുൻസറൂൻ, അതങ്ങ് വന്നാൽ. കഴിഞ്ഞ ആഴ്ച മൂവാറ്റുപുഴ ഒരാളുടെ വീട്ടില് ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു ചെന്നപ്പോൾ അയാൾ പറയാണ്, 1 മാസം അമേരിക്കയിൽ ഒരു ഇഞ്ചക്ഷൻ ഞാൻ മരുത്തുന്ന മരുന്നിന്റെ വില 6 ലക്ഷം രൂപയാണ്. 12 ഇഞ്ചക്ഷൻ വേണം.
6 മാസം പിന്നിട്ടു. അയാൾ എന്നിട്ട് ഇറങ്ങും പറയാണ്, ഉസ്താദ് ഹജ്ജിന് പോവല്ലേ, ഈ 6 ലക്ഷം രൂപ വരുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഗുണം എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടില്ല. മതാഫിലും മസ്വയിലും ഒക്കെ ചെല്ലുമ്പോ എന്നെ മറക്കല്ലേ എന്ന് പറഞ്ഞ ധനാഢ്യൻ വാവിട്ട് കരയുകയാണ്. സമ്പത്ത് അല്ലാഹു തരുന്നത് അഹങ്കരിക്കാനല്ല, അവസരങ്ങൾ അല്ലാഹു തരുന്നത് നഷ്ടപ്പെടുത്താനല്ല, എവിടെയും പിടികൂടുമെന്നുള്ള ബോധം വേണം. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് അങ്ങനെ ആ പെൺകുട്ടി അവസാനം പറയാണ്, ഇപ്പൊ എന്റെ ശരീരത്തിന്റെ കളറില്ല, ഒരൊറ്റ മുടി പോലുമില്ല, കൺപുരികങ്ങളില്ല, എല്ലാം നഷ്ടപ്പെട്ട രൂപത്തിലാണ്. വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചുരുങ്ങിയ മാസങ്ങൾക്ക് മുമ്പ് ആ പൊന്നുമോള് 2 മക്കളെ അനാഥരാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു ആ മക്കൾക്ക് നീ തന്നെ തുണയാകണം റഹ്മാനെ. ഞാൻ പറഞ്ഞത് എന്തിനാണ്? അള്ളാന്റെ സഹായം വേണോ? ഈമാനോടെ മരിക്കണോ? ഹൃദയം കേടുവരാതെ സൂക്ഷിക്കണം. മനുഷ്യന്റെ ഹൃദയം കേടുവരാനുള്ള ഒന്നാമത്തെ കാരണം സുഹബത്തുൽ ആലിമീൻ, വൃത്തികേടുകളുമായി ഇടപഴകലാണ്, വൃത്തികെട്ടവരുമായി സഹവസിക്കലാണ്, വൃത്തികെട്ട ചിന്തകളുമായി നടക്കലാണ്, വൃത്തികെട്ട ദൃശ്യങ്ങൾ കാണലാണ്, വൃത്തികെട്ട ദൃശ്യങ്ങൾ കണ്ടുറങ്ങലാണ്. അള്ള തന്ന പണം കൊണ്ട് മൊബൈൽ വാങ്ങിയിട്ട് രാത്രി 1 മണി 2 മണി സമയം വരെ സീരിയലും മറ്റ് അന്യ പെണ്ണിന്റെ ആണിന്റെ നഗ്നത കൊണ്ട് ആരോഗ്യവാനെന്ന ആ ചിന്തയിൽ അങ്ങ് കിടന്നുറങ്ങിയാൽ നേരം വെളുത്ത് അനങ്ങിക്കൊള്ളണമെന്നില്ല. കണ്ണല്ല വെറുതെ തന്നതല്ല, ചെവിടല്ല വെറുതെ തന്നതല്ല, ശരീരാവയവങ്ങളൊന്നുമല്ല വെറുതെ തന്നതല്ല. റബ്ബിന്റെ കോടതിയിൽ ഓരോ അവയവങ്ങളെ പറ്റി ചോദിക്കുമ്പോ മറുപടി പറയാതെ ഒരു കാലെടുത്ത് വയ്ക്കാൻ പടച്ച റബ്ബ് അനുവദിക്കൂല. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒന്നാമത്തെ കാരണം സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത് വൃത്തികേടുകളുമായി ഇടപഴകലാണ്, വൃത്തികെട്ടവരുമായി സഹവസിക്കലാണ്, വൃത്തികേടുകൾ കാണലാണ്, വൃത്തികെട്ട വാക്കുകൾ നാവ് കൊണ്ട് പറയലാണ്. സർവ വൃത്തികേടുകളോടും യോജിച്ചങ്ങ് നിൽക്കുമ്പോ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ 5 നേരത്തെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് അങ്ങ് കയറിയാൽ നീ വിജയിക്കുമെന്ന് കരുതണ്ട. നല്ലതുമായി സഹവസിക്കണം. അല്ലാഹു ആ ഖൽബ് നമുക്കൊക്കെ തരുമാറാവട്ടെ. അല്ലാഹു ആ ഖൽബ് നമുക്കൊക്കെ തരുമാറാവട്ടെ. ഞാൻ ആ ഭാഗം കൂടുതൽ നീട്ടി പറയുന്നില്ല. രണ്ടാമത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ബത്തുനുൻ ശബിആൻ മിൻ ഗൈരി മുബാലാത്തിൻ, അമിതമായ ആഹാരം. ഇത് ഈ സമൂഹത്തെ നശിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മള് വയറ്റിലയിൽ നിന്ന് ഈ വടുതല അരുക്കിറ്റ് വരുന്ന ഇങ്ങോട്ട് തിരിയുന്ന ഭാഗം വരെ ചിന്തിച്ചാൽ എത്രയാണ് ഫാസ്റ്റ് ഫുഡിന്റെ ഷോപ്പുകൾ, എത്ര ഇതാ കൂണ് പോലെ മുളച്ചാലും ഒരിടത്തും തിരക്കിന് യാതൊരു കുറവുമില്ല. ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഭവങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന കേന്ദ്രം മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ചിന്തിക്കണം, നല്ലോണം വേണം, ആഹാരം വേണം, പക്ഷെ അമിതമാവാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അമിതമായ ആഹാരം കഴിക്കുന്നതിന്റെ വിപത്തുകൾ ഏറെയാ. കിതാബ് ഇമാം ഗസാലി റഹിമഹുല്ലായുടെ യഹ്യ നോക്കിയാൽ വയറ് നിറയ്ക്കുന്നതിന്റെ ആപത്തുകൾ തന്നെ ഒരാഴ്ചയല്ല 1 മാസം വയറ് പറഞ്ഞാലും തീരൂല. അള്ളാഹു നല്ല ആഹാരം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ 2-3 ഘടകങ്ങളുണ്ട്. 1 അമിതമായ ആഹാരക്രമം, 2 ഹറാമോ ഹലാലോ എന്ന് നോക്കാതിരിക്കുക, 3 പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ട ഘടകം വളരെ കൃത്യമായി മനസ്സിലാക്കണം. നാം ഓരോരുത്തരും ഓരോ സമയക്രമം പാലിക്കാതെ എപ്പോഴും കഴിക്കുക. എന്താണ് അതുകൊണ്ടുള്ള കേട്? ആഹാരത്തെ പറ്റി ശ്രദ്ധിക്കാതെ കഴിച്ചാൽ അതുകൊണ്ട് വരുന്ന തകരാർ എന്താണ്? 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ ഇമാമുൽ ഹറമൈനി തങ്ങൾ. ഇമാമുൽ ഹറമൈനി തങ്ങൾക്ക് ഒരു പ്രയാസമുണ്ട്. എന്താ പ്രയാസം? പ്രസംഗിക്കുമ്പോ ചിലപ്പോ തലചുറ്റി വീണു പോകും. ചിലപ്പോ പറയുന്ന മാറ്റർ പറയുന്നതിനിടയിൽ ഒരല്പസമയം ഇങ്ങനെ തപ്പിത്തടഞ്ഞു നിൽക്കും. ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, ഉസ്താദെ, ഇത്രയേറെ ഗഹനമായ അറിവ് അല്ലാഹു തന്ന അങ്ങേക്ക് ഈ ഒരു പ്രയാസം വരാനുള്ള കാരണം എന്താണ്? അപ്പൊ മഹാനുഭാവൻ പറഞ്ഞ മറുപടി ഞാനും നിങ്ങളുമൊക്കെ എഴുതി വയ്ക്കണം. മരിക്കുമെന്നുള്ള ബോധം വേണം. അമിതമായി വയറ് നിറയ്ക്കുന്നതും മോശമായ ആഹാരം
ആമാശയത്തിൽ എത്തുന്നതും ഈമാൻ നഷ്ടപ്പെടുത്തി കളയും. ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറഞ്ഞു, എന്നെ പ്രസവിക്കപ്പെട്ട സമയം എന്റെ പ്രിയ മാതാവിനോട് എന്റെ ഉപ്പ പറഞ്ഞത്, മോളെ, അറബികൾക്കൊരു സമ്പ്രദായമുണ്ട്, കുട്ടികൾ ജനിച്ചാൽ മറ്റുള്ളവരെ മുലയൂട്ടാൻ ഏൽപ്പിക്കും. നീ ഒരു കാരണവശാലും നമ്മുടെ പൊന്നുമോനെ മറ്റാളുടെ കയ്യിൽ മുലയൂട്ടാൻ ഏൽപ്പിക്കരുത്. നീ തന്നെ മുലപ്പാല് കൊടുക്കണം. സുബഹത്തിന്റെ കലർപ്പുള്ള മുലപ്പാല് ആമാശയത്തിൽ വന്നാൽ ആ കുട്ടികളുടെ ഭാവി ശോഭനമാവുകയില്ല. ഭാര്യയോട് പറഞ്ഞത് കഴിവിന്റെ പരമാവധി അംഗീകരിച്ചങ്ങ് മുന്നോട്ട് നീങ്ങുന്നു. ഒരു ദിവസം ഉമ്മ എന്തോ അത്യാവശ്യത്തിന് പ്രിയപ്പെട്ട മകനെ വീടിന്റെ ഉള്ളിലാക്കി പുറത്തു പോകുമ്പോ ഇമാമുൽ ഹറമൈൻ തങ്ങള് കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി. ശക്തമായ കരച്ചിൽ നിൽക്കാതെ വന്നപ്പോ അടുത്തുള്ള പെണ്ണ് ഓടി വരുന്നു. കരയുന്ന കുഞ്ഞിനെ മാർവിടത്തോടങ്ങ് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ പെണ്ണ് മെല്ലെ മുലയെടുത്തു വായിൽ വെച്ചു കൊടുത്തു. മുലയൂട്ടുന്ന സ്ത്രീയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഉമ്മ ഓടി വരുന്നത്. കുട്ടിയെ തട്ടിപ്പറിച്ചു വാങ്ങുകയാണ്. ആ പെണ്ണിനോട് ഗൗരവത്തിൽ ചോദിച്ചു, അല്ല, നീ എന്ത് ധിക്കാരമാണ് ചെയ്തത്? ഈ കുട്ടിയുടെ പിതാവ് വരുമ്പോ ഞാൻ എന്തു മറുപടി പറയും? അങ്ങനെ കുരുന്നിനെ ചുമലിലേറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ പിതാവ് വീട്ടിലേക്ക് കയറി വരുന്നു. ചോദിച്ചു, മോളെ, നിന്റെ മുഖത്ത് എന്താണ് ഒരു മ്ലാനത? എന്താ നിനക്കൊരു പ്രയാസം? ആ സമയത്ത് മഹദി പറഞ്ഞു, രോഗമല്ല, ശാരീരികമായ അസ്വസ്ഥതകളല്ല, അങ്ങ് പറഞ്ഞത് നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്താണെന്ന് ചോദിക്കുമ്പോ കാര്യമങ്ങ് വിശദീകരിക്കുകയാണ്. പിതാവിന്റെ മുഖം ചുവന്നു തൊടുത്ത് വിവരണമാവുകയാണ്. ആ കുരുന്നിനെ തലകീഴായി പിടിക്കുകയാണ്. വിരലുകൾ വായിന്റെ ഉള്ളിലിടുകയാണ്. കുടിച്ച പാല് മുഴുവനും പുറത്തേക്ക് ഛർദിക്കുകയാണ്. നുരയും പതയും വരുന്നു. 5-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറഞ്ഞത്, പ്രസംഗത്തിനിടയിൽ ചിലപ്പോ ഞാൻ തളർന്നു വീഴാനും പറയുന്ന മാറ്റത് തപ്പിത്തടയാനുമുള്ള കാരണം എന്റെ ഉമ്മയുടേതല്ലാത്ത ശുഭഹത്തിന്റെ കലർപ്പുള്ള മുലപ്പാല് കുടിച്ചതാ. അതുകൊണ്ട് ആ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞത്, അത് വളരെ കൃത്യമായി അടിവരയിട്ട് നമ്മോട് പറഞ്ഞത്, നല്ലതല്ലാതെ ആഹരിച്ചുകൂടാ. ഇന്ന് ആഹാരത്തിന് നിയന്ത്രണമില്ല. അമിതമായി കഴിക്കാൻ യാതൊരു താല്പര്യക്കുറവുമില്ല. ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്താണ്. RCCയിലേക്ക് ചെന്നാൽ 20-നും 30-നും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് ധാരാളം ക്യാൻസർ രോഗികളെങ്കിൽ ഈ അമിതമായ ആഹാരത്തിന്റെ ഇരകളാണ്. കുട്ടികൾക്ക് ഇന്ന് ഫാസ്റ്റ് ഫുഡ് മതി, ബ്രോയിലർ ചിക്കൻ മതി. നമ്മൾ ചിന്തിക്കണം, ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ചില ആരാധനകൾ ലോകത്ത് പഠിപ്പിച്ച ഒരു മതമല്ല. എല്ലാ മേഖലകളും എങ്ങനെ ആഹരിക്കണം, ഒരു മനുഷ്യന്റെ വയറെങ്ങനെ ക്രമീകരിക്കണം. ആഹാരം കൊണ്ട് നിറയാൻ പാടില്ല. ഒരു ഭാഗം ആഹാരത്തിനാണെങ്കിൽ കുറഞ്ഞ ഭാഗം വെള്ളത്തിനാവണം, ഒരു ഭാഗം കാലിയാവണം. അമിതമായ ആഹാരക്രമം കൊണ്ട് ഏറ്റവും വലിയ രോഗത്തിന്റെ ഹേതു കഫം ശരീരത്തിൽ പിടിപെടും. ആയുർവേദ മേഖലയിൽ ചെന്ന് നോക്ക്, ക്യാൻസർ ആവട്ടെ, കിഡ്നി വീക്കാവട്ടെ, ഏത് രോഗത്തിന്റെയും അടിസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത് കഫമാണ്. ശരീരത്തിൽ കഫം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള കാര്യം അമിതമായ ആഹാരമാണ്. അതുകൊണ്ടാണ് പൂർവ്വകാല സ്വാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ മിതമായ രൂപത്തിലുള്ള ഭക്ഷണക്രമമല്ലാതെ സ്വീകരിച്ചില്ല. ഇന്ന് എവിടെ ചെന്നാലും ഇതാ കിട്ടുന്നത് മുഴുവനും വാരി തിന്നുന്ന പ്രകൃതി. അത് തന്നെ കൂടുതൽ ഏതൊക്കെ പുതിയ മേഖലകൾ കിട്ടുന്ന ഫുഡുണ്ടോ അതിങ്ങനെ വാങ്ങിക്കഴിക്കുന്ന പ്രകൃതി. തകരാറ് എവിടെയാണ്? 20-30 വയസ്സിനിടയിലുള്ള കോളേജ് സ്റ്റുഡന്റ് ആണ് ക്യാൻസർ രോഗികളായി കൂടുതൽ RCCയുടെ റൂമുകളിൽ ഉള്ളതെങ്കിൽ ആ മാരക രോഗത്തോട് പടച്ചോൻ കാക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ പ്രത്യേകത അതാ. ആഹാര രംഗത്തുള്ള നിയന്ത്രണം. അപ്പൊ ഹൃദയം കൊടുത്തു കെട്ടുപോകാനുള്ള ഒരു കാരണം അമിതമായി ആഹരിക്കലാണ്, വയറ് നിറയ്ക്കലാണ്. അമിതമായി ആഹാരം കഴിക്കുമ്പോൾ ഉറക്കു വരും, ഇബാദത്തിൽ അലസത വരും, ശരീരത്തിൽ കഫം വരും, രോഗത്തിന് കാരണമാകും, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തകരാറ് വരുന്നത് ഹൃദയം കറുത്തുപോകലാ.
സ്വാലിഹീങ്ങളുടെ ജീവിതത്തിലെ ഭക്ഷണക്രമം നിങ്ങൾ നോക്ക്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കണില്ല, അതൊക്കെ ഇഷ്ടം പോലെ പറയാനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. ഇസ്ലാം എന്ന് പറയുമ്പോ, മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോ 5 നേരത്തെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഖബർ, മഹ്ശർ ഇതിൽ പരിമിതപ്പെടുത്തുകയാണ്. അല്ല, എല്ലാം ഇസ്ലാം പറയുന്നുണ്ട്. രോഗത്തിന്റെ പ്രതിരോധ മേഖല പറയുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് സുന്നത്തായ നോമ്പെടുക്കണം. ആര് പഠിപ്പിച്ചു? മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. തിങ്കൾ നോമ്പെടുക്കണം, വ്യാഴം നോമ്പെടുക്കണം, മാസം 13, 14, 15 നോമ്പെടുക്കണം. എന്തിനാണ് ഈ നോമ്പ്? അത് പാരത്രിക ലോകത്ത് നരകാഗ്നിയെ തൊട്ട് ദൂരത്താക്കപ്പെടുന്ന അമലാണെങ്കിലും ഭൗതിക മേഖല ചിന്തിക്കുമ്പോ മുത്തുനബി പറഞ്ഞു, സുമൂ തസഹു, ഇടയ്ക്കിടയ്ക്ക് നോമ്പെടുത്തോളൂ, ആരോഗ്യം വീണ്ടെടുത്തോളൂ. പഠിപ്പിച്ചതാരാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാ. ഇതെടുക്കുമ്പോൾ ഭൗതികമായ ഗുണവും കിട്ടും, ആത്മീയമായ ഗുണവും കിട്ടും. മദീനത്ത് പോയാൽ അള്ളാഹു നമുക്ക് അവസരം തരുമാറാവട്ടെ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിട്ട് ഒരൽപ്പം മാറി നടക്കുമ്പോ ഒരു ഖബർസ്ഥാനിൽ നിന്നും സൗദി ഗവൺമെന്റ് പൊളിച്ചു കളഞ്ഞിട്ടില്ല. ഒരു കെട്ടിന്നും അവിടെ കാണാം. 2 ഖബറുകൾ ആ കെട്ടിനുള്ളിലുണ്ട്. അതിലൊന്ന് ബഹുമാനപ്പെട്ട ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ. വേറെ ഒരു ഖബർ അവിടെയുണ്ട്. ആ ഖബറാളി വലിയ മഹത്വം നേടിയ സ്വഹാബിയ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ 70,000-ഓളം മലക്കിന്റെ അകമ്പടി. മരിക്കുമ്പോ അർശ് വേദന കൊണ്ട് കരയുന്നു. അത് മാത്രമല്ല, മറവ് ചെയ്യുന്ന മണ്ണിന് കസ്തൂരിയുടെ പരിമളം. ഈ 3 വലിയ മഹത്വം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചതിന്റെ പശ്ചാത്തലം ചോദിച്ചപ്പോ ആ സ്വഹാബി പറഞ്ഞത്, ഞാൻ ഇബാദത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് തന്ന ഗിഫ്റ്റ് അല്ല, പക്ഷേ മദീനത്തെ പള്ളിയിൽ സുന്നത്ത് നോമ്പിന്റെ മഹത്വം അള്ളാന്റെ റസൂല് പറഞ്ഞത് മുതൽ, സുന്നത്ത് നോമ്പിന്റെ മഹത്വം അള്ളാന്റെ റസൂല് പറഞ്ഞത് മുതൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സുന്നത്ത് നോമ്പാണ്. മിക്കവാറും ഞാൻ സുന്നത്ത് നോമ്പിലാണ്. ആ നോമ്പ് ഞാൻ എടുത്തപ്പോ എനിക്ക് അല്ലാഹു തന്ന സമ്മാനമാണ്. എന്റെ ഖബറിന്റെ ആ മണ്ണിന് കസ്തൂരിയുടെ പരിമളം, എന്റെ പിന്നാലെ 70,000-ഓളം മലക്കിന്റെ അകമ്പടി. മാത്രമല്ല, എന്റെ വേർപാട് കൊണ്ട് അർശ് പോലും വിങ്ങിപ്പൊട്ടി കരഞ്ഞെങ്കിൽ ഇത് ഈ ഒരു ഗുണം കൊണ്ട് എനിക്ക് അല്ലാഹു തന്നതാ. അപ്പൊ രണ്ടാമത് പറഞ്ഞത് എന്താണ്? അമിതമായി വയറ് നിറയ്ക്കുക എന്നത് മനുഷ്യന്റെ ഹൃദയത്തിലെ ശോഭ കെടുത്തിക്കളയും. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരൊക്കെ പറഞ്ഞത് അംഗീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. മൂന്നാമത് നിസിയാനുദ് ദുനൂബിൽ മാളിയ. വളരെയേറെ ആലോചിക്കണം. ഇപ്പൊ ഒരു 5 നേരം നിസ്കരിച്ചു, പള്ളിയിലങ്ങ് പോയി, ഒരു 10-100 ദിക്റങ്ങ് ചൊല്ലാൻ തുടങ്ങി. ഞാനിപ്പോ വലിയ ഖോജയാണെന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. നിന്നെ പോലെ നഷ്ടപ്പെട്ടവൻ ലോകത്ത് വേറെ ഇല്ല. കഴിഞ്ഞ കാലങ്ങളെ പറ്റി എപ്പോഴും ഓർമ്മ വേണം. നിസിയാനുദ് ദുനൂബിൽ മാളിയ. നമുക്ക് പ്രായപൂർത്തിയായതിനു ശേഷം എന്തൊക്കെ നാം ന്യൂനതകൾ സഞ്ചരിച്ചു, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്ത വരണം. അത് വരുമ്പോഴേ ഇബാദത്തിൽ സുഖമുണ്ടാവുകയുള്ളൂ. കഴിഞ്ഞുപോയ പാപങ്ങളെ മറന്ന് എല്ലാം തികഞ്ഞു എന്ന ഒരു ധാരണയിലേക്ക് മനുഷ്യന്റെ മൈൻഡ് സെറ്റ് ചെയ്യപ്പെടുമ്പോ ഹൃദയം കറുത്ത് വിവർണമാകുമെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. എത്ര നിസ്കാരം നമ്മുടെ ഖളാ ഉണ്ട്. എത്ര സ്ത്രീകൾ അവരുടെ തല തുറന്നിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ നടന്നവരുണ്ട്. മാതാപിതാക്കളെ വേദനിപ്പിച്ചവരുണ്ട്. കുടുംബ ബന്ധങ്ങളുമായി അകന്നു കഴിഞ്ഞവർ. ഇത് പലതും ചെയ്ത ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് നന്നായിട്ട് പഴയകാലങ്ങളെ പറ്റി ഓർമ്മയില്ലാതെ ഒക്കെ തികഞ്ഞവനാണെന്ന ധാരണ ഹൃദയം കേടുവരുന്ന രോഗമാണ്. കിടപ്പുറയിലങ്ങ് ചൊല്ലുമ്പോ എപ്പോഴും മനസ്സിലോർമ്മ വേണം, പടച്ചോനെ പടച്ചോനെ എന്റെ സ്ഥിതി എന്താകും, എന്റെ സ്ഥിതി എന്താകും. ഈ ചിന്ത നമ്മൾ നയിച്ചുകൊണ്ടിരിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പോലും പറഞ്ഞില്ലേ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. നരകത്തിന്റെ ചൂട് പടച്ചോനെ താങ്ങാൻ പറ്റുമോ? ബേജാറ് കൊണ്ട് കരയുകയാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമാകുന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആരാ ഇമാം ശാഫിഈ തങ്ങള്? ഒരു സാധാ മുസ്ലിയാരല്ല. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 15-ാമത്തെ വയസ്സിൽ തന്റെ മുന്നിൽ വരുന്ന ഏതു വിഷയങ്ങളിലും കൃത്യമായ മറുപടി പറയാൻ പര്യാപ്തമായ
ആഴമേറിയ അറിവിന്റെ ഉടമയായി. പോരാം, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ. ഖുറൈശിൽ ഒരു പണ്ഡിതൻ വരും, അദ്ദേഹത്തിന്റെ ജ്ഞാനം കൊണ്ട് ചക്രവാളങ്ങൾ പ്രകാശപൂരിതമാകും എന്ന് പഠിപ്പിച്ച ഇമാമുന ശാഫി ഒരു പെണ്ണിന്റെ മുഖത്ത് വികാര വായ്പോടെ നോക്കിയിട്ടില്ല, ഒരു നിസ്കാരം ഖളാ ഇല്ല, നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിച്ചിട്ടില്ല, ഒരു ന്യൂനതയില്ല എന്ന് മാത്രമല്ല, ഒരൊറ്റ രാത്രി 3000-ഉം 4000-ഉം മസ്അലകൾ ഖുർആനിൽ ക്രോഡീകരിക്കുന്ന ഇമാം ശാഫി റളിയല്ലാഹു അൻഹു അവസാന ഘട്ടം ശയ്യാവലംബനായി കഴിയുമ്പോഴല്ലേ പ്രിയപ്പെട്ട ശിഷ്യനങ്ങ് ചെന്നിട്ട് കൈഫ അസ്ബഹത യാ ഉസ്താദ്, ഉസ്താദേ നിങ്ങളുടെ സ്ഥിതി എന്താണ് അതങ്ങ് ചോദിക്കുമ്പോ ഇമാം ശാഫി തങ്ങൾ എന്താ പറഞ്ഞത്? അസ്ബഹതു മിനദ് ദുനിയ റാഹില വലി ഇഖ്വാനി മുഫാരിഖ വലി സൂഇ അമലി മുലാഖിയാ. മൗല തങ്ങളുടെ അനന്തരാവകാമികളായി ഈ മഹല്ലിൽ ആ മഹാനുഭാവൻ ചവിട്ടിയ മണ്ണിലൂടെ നടക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ചിന്തയാണ് മനസ്സിൽ വേണ്ടത്. ഇമാം ശാഫി തങ്ങൾ എന്താ പറഞ്ഞത്? മോനെ, അസ്ബഹതു മിനദ് ദുനിയ റാഹില, ദുനിയാവിൽ ഏകദേശം യാത്ര പുറപ്പെടാനുള്ള സമയമായി. വലി ഇഖ്വാനി മുഫാരിഖ, കൂട്ടുകാരോട് കുടുംബങ്ങളോട് വിട ചോദിക്കാനുള്ള സമയമായി. അതൊക്കെ എനിക്ക് താങ്ങാൻ കഴിയും, അതിലൊന്നും എനിക്കൊരു പ്രയാസമില്ല. പക്ഷേ വലി സൂഇ അമലി മുലാഖിയാ, ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിലെങ്ങാനും എന്തെങ്കിലും ഒന്നറിയാതെ വന്നുപോയാൽ ഞാൻ എങ്ങനെ ഖബറിൽ സുഖകരമായി ഉറങ്ങും, റബ്ബിന്റെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും? ആ ബേജാറിലാണ് മോനെ. ഒരു ന്യൂനതയുമില്ലാത്ത 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉസ്താദ് വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കില് ധാരാളം സ്ത്രീകൾ എന്റെ മുന്നിലില്ലേ, പലരുടെയും ഭർത്താക്കന്മാരിന്ന് ഖബറിലാണ്, മാതാപിതാക്കള് ഖബറിലാണ്. പെണ്ണെ നീ കിടപ്പറയിലെന്ന് ചൊല്ലുമ്പോ പടച്ചോനെ എന്റെ കുറെ നിസ്കാരം കളായിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ തല തുറന്നിട്ട് നടന്നിട്ടുണ്ടല്ലോ, എന്റെ നാവ് കൊണ്ട് പലയും വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ, നേരം വെളുക്കുന്നതിന് മുമ്പെങ്ങാനും ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ എന്റെ ഖബറിലെ ജീവിതം എന്താകും? ഒരിറ്റ് കണ്ണുനീര് വരാറുണ്ടോ? ഒരു പൊട്ടി പൊട്ടി കരയുന്ന പ്രകൃതിയുണ്ടോ? മഹാന്മാര് മുഴുവനും കഴിഞ്ഞ കാലങ്ങളെ പറ്റി ആലോചിച്ച് പാതിരാവിന്റെ മറവിൽ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കിയവരാണെങ്കിൽ ഇന്ന് അത്തരം ആളുകളെ കാണാനില്ല. കഴിഞ്ഞുപോയ തെറ്റുകളെ പറ്റി ചിന്തയില്ല, ന്യൂനതകളെ പറ്റി ആലോചനയില്ല, റബ്ബെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ബോധമില്ല. ഞാൻ തികഞ്ഞവനാണെന്ന ഒരു രൂപത്തിലും ഭാവത്തിലും അല്ലാഹനെ മറന്നങ്ങ് സഞ്ചരിക്കുമ്പോ തത്വത്തിൽ വരുന്ന കേടെന്താണ്? നിന്റെ ഹൃദയത്തിൽ ഈമാനികമായ പ്രകാശമില്ലാതെ വരുന്നു. നാലാമത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, തൂലുൽ അമൽ, അത്യാഗ്രഹം, അത് വേണം ഇത് വേണം, ഇങ്ങനെ ഇഷ്ടം പോലെ വാരിക്കൂട്ടണം. ഈ ത്വര അവസാനിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എത്ര ആളുകളാ പെട്ടത്? എന്താ പെടാൻ കാരണം? സമ്പാദിക്കാനുള്ള ആഗ്രഹം, നോട്ടിരട്ടിക്കാനും പെട്ടെന്ന് ലാഭം കിട്ടാനും. 1 ലക്ഷം കൊടുത്താൽ മാസത്തിൽ 5000 ലാഭം കിട്ടും. കേട്ടപ്പോ തന്നെ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് ഏജൻസി വർക്ക് ചെയ്യും പോലെ വർക്ക് ചെയ്യാണ്. ഈ ചെയിനിൽ എത്ര ആളുകളാ പെട്ടുപോയത്? 1400 കൊല്ലം മുമ്പ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അപകടകരമാണ് ആ ചിന്ത, അപകടകരമാണ് ആ ചിന്ത. AP ഉസ്താദിനെ ഒരാൾ കണ്ടിട്ട് അതിനേക്കാളും വലിയ കാറും ഫോണും വേണമെന്ന് ഞാൻ ചിന്തിച്ചാൽ എന്നെക്കാൾ വലിയ പൊട്ടൻ ലോകത്ത് വേറെയുണ്ടോ? ഇപ്പൊ പലരുടെയും ചിന്ത അതാ, ആ ജാതി കാറ് വേണം, ആ ജാതി ഫോണ് വേണം, അതിനേക്കാൾ ഉഷാറിൽ നടക്കണം. പടച്ചോ നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പരിണിത ഫലം എന്താ? കിടപ്പേടം നഷ്ടപ്പെടുന്നു, കിടപ്പേടം നഷ്ടപ്പെടുന്നു, എല്ലാം ഒഴിവാക്കേണ്ട സാഹചര്യം വരുന്നു. ഉള്ളത് കൊണ്ട് മതിയാക്കാൻ കഴിയണം, ഉള്ളത് കൊണ്ട് തൃപ്തിയാവണം. അത്യാഗ്രഹങ്ങൾ വേണ്ട, അമിതമായ താല്പര്യങ്ങൾ വേണ്ട. നിനക്ക് വേണ്ടതൊക്കെ റബ്ബ് തരും. ആ റബ്ബ് തന്ന വഴിയിലൂടെ അൽ ഖനാഅ, ഉള്ളത് കൊണ്ട്
കൊണ്ട് തൃപ്തിപ്പെടലാ വേണ്ടത്. പക്ഷെ ഇന്നത്തെ ഉമ്മത്തിനതില്ല. എങ്ങനെയും സമ്പാദിക്കണം, ഏത് മേഖലയിലും സമ്പാദിക്കണം. അതിനുവേണ്ടി ഏത് മോശമായ മാർഗം അവലംബിക്കാനും ആരുടെ മുന്നിലും ഏത് വൃത്തികേടുകൾ സ്വീകരിക്കാനും യാതൊരു മടിയുമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഒരിക്കൽ തന്നെ പ്രിയതമ വന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമർ, അല്ലയോ പ്രിയതമ, എനിക്ക് ഇന്ന ഒരു പഴം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, അതൊന്ന് വാങ്ങിത്തരണം. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എന്നോടിപ്പോ അതിന് പര്യാപ്തമായ വരുമാനം എനിക്കില്ല. ഇപ്പൊ ഭാര്യ എന്തു ചെയ്തു? ഒരു ദിവസം ഒരു 10 രൂപയാണ് ആ വീട്ടിലേക്ക് പൊതു ഖജനാവിൽ നിന്ന് ശമ്പളമായി ലഭിക്കുന്നതെങ്കിൽ, കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്നൊരു 10 പൈസ മാറ്റി വെക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അല്പം കടിച്ചു പിടിച്ച് ജീവിച്ചു. ഒരു 10 പൈസ എങ്ങനെ മാറ്റി. ഒരു മാസം ഒന്ന് പിന്നിട്ടപ്പോ അത് ചെറിയ തുകയായി. ഭർത്താവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, അല്ല, എനിക്ക് ഈ തുക അൽഹംദുലില്ലാ ഞാൻ സമാഹരിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ട വിഭവം വേണം. അപ്പൊ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാണ് നിനക്ക് ഇത് കിട്ടിയത്? അപ്പൊ പറഞ്ഞു, ഞാൻ ഈ തരുന്നതിൽ നിന്ന് അല്പാൽപമായി ശേഖരിച്ചതാണ്. അപ്പൊ തന്നെ ശമ്പളം തരുന്ന ഉദ്യോഗസ്ഥരുടെ മഹാനുഭാവൻ ഇതാ ഒരു കൽപ്പന, ഈ മാസം വരെ എന്റെ വീട്ടിലേക്ക് 100 രൂപയാണ് തന്നിരുന്നതെങ്കിൽ അടുത്ത മാസം മുതൽ അത് എത്ര വേണ്ട, 90 മതി. കാരണം 90 കൊണ്ട് ജീവിക്കാമെന്ന് എന്റെ ഭാര്യ തെളിയിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പഠിപ്പിച്ചത് കാണാം. നമ്മൾ അങ്ങനെയല്ല. 100 വരുമാനമുള്ളവൻ 500ന്റെ ജീവിതം, അത് മാറണം. പലപ്പോഴും ഈ ആർഭാടങ്ങളിലുള്ള ജീവിതം മനുഷ്യനെ എടുക്കപ്പെടാത്ത നാണയങ്ങളാക്കി മാറ്റും. 100 കിട്ടുന്നവൻ 80 കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. 100 കിട്ടുന്നവൻ 70 കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. 100 കിട്ടുന്നവൻ 1000 കൊണ്ട് ജീവിക്കാൻ പഠിച്ചാൽ ഈ അത്യാഗ്രഹം ഈമാൻ നഷ്ടപ്പെടുത്തുമെന്ന് മാത്രമല്ല, റബ്ബിന്റെ പൊരുത്തമില്ലാത്ത മരിക്കേണ്ട ഗതികേടും വരും. പടച്ചോൻ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പലർക്കുമില്ലാതെ പോകുന്ന തകരാറുന്നതാണ്. ആ കാര്യമാണെന്ന് പലർക്കുമില്ലാതെ പോകുന്നത്. 100 കിട്ടുന്നവൻ 90 ജീവിക്കാൻ പഠിക്കണം. അത് 1000ലേക്കും 5000ലേക്കും പോകരുത്. പഠിക്കുന്ന കാലയളവിൽ കൈവശം വരുന്നതൊക്കെ ശേഖരിച്ചങ്ങ് ജീവിക്കാൻ പഠിക്കണം. അത് മുഴുവനും ചിലവാക്കുന്ന ശൈലിയിലേക്ക് നമ്മൾ വളരാൻ പാടില്ല. അങ്ങനെ വളർന്നാലോ അമിതമായ ഈ ആഗ്രഹങ്ങളെ കൊണ്ട് നാശത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. അപ്പൊ ഹറാമ് തിന്നാൻ മടിയില്ലാതെ വരും, പലിശ എടുക്കാൻ മടിയില്ലാതെ വരും. ഇന്ന് പല ആളുകളും പലിശയ്ക്ക് എടുക്കേണ്ടി വരുന്നത് ജീവിതം നിലനിർത്താനല്ല, വലിയൊരു സാമ്രാജ്യത്തിന്റെ വികസനത്തിനാ. അള്ള കൊടുത്തുകൊണ്ട് മാന്യമായി ജീവിച്ചാൽ അത് മതി. പക്ഷെ അത് പറ്റൂല. അപ്പോ മറ്റോനെങ്ങനെ ചിന്തിക്കുകയാണ്, കമ്പയർ ചെയ്തിട്ട് അതിനേക്കാൾ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ എന്തു വേണം? വീട് പണയപ്പെടുത്താം, പെണ്ണിന്റെ സ്വർണം പണയത്തിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ ആ പണയം അതും ലേലം ചെയ്തു പോയി, വച്ച വീടും നഷ്ടപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ ഒരു ചെറിയ പെട്ടിക്കട കൊണ്ട് ജീവിക്കാൻ പടച്ചോൻ അവസരം കൊടുത്തു. ഒരു കഷ്ടപ്പാട് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ പെട്ടിക്കടമാരി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറണമെന്ന് വന്നപ്പോ വീട് പണയപ്പെടുത്തിയവൻ കിടപ്പേടമില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം വന്നത് മതപരമായ നിഷ്ഠകളോട് പുറംതിരിഞ്ഞതാണ്. നമ്മൾ പഠിക്കണം. അവിടെയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നത്, തൂലുൽ അമൽ, മനുഷ്യന്റെ അടങ്ങാത്ത ഈ ആഗ്രഹങ്ങൾ അവനെ നാശത്തിലേക്ക് നയിക്കും. പലരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. ചെറിയൊരു പച്ചക്കറിക്കട, ഒരു കുഴപ്പം വീട്ടിലുണ്ടായിരുന്നില്ല, നല്ല റാഹത്തായ ജീവിതമായിരുന്നു. അപ്പൊ റോഡിന്റെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുവന്ന ഒരാള് വലിയൊരു ഷോപ്പ് ഇട്ടു. അപ്പൊ ഇവൻ ചിന്തിക്കുകയാണ്, ഇനി അതിനേക്കാൾ വലുത് ഞാൻ ഇട്ടെങ്കിലല്ലേ നിനക്ക് റിസ്ക് വരുന്നത് പടച്ചോനല്ലേ. ആ കട കൊണ്ട് നിനക്കൊന്നും മുടങ്ങൂല, പടച്ചോൻ കണക്കാക്കിയത് കിട്ടും. അത് മാറിയിട്ട് അതിനെ മറികടക്കാൻ വലിയൊരു സാമ്രാജ്യം. കയ്യിൽ പൈസ ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? ബാങ്കിലേക്ക് വന്നു, വീട് പണയപ്പെടുത്തി, പെണ്ണിന്റെ സ്വർണം കൊണ്ടുപോയി വെച്ചു. അവസാനം കച്ചവടം കുറഞ്ഞു, പലിശ കയറി, ആ വീട് നഷ്ടപ്പെട്ടു, പെണ്ണിന്റെ സ്വർണവും പോയി. ഗതികേടിന്റെ ഒരു ലോകത്തേക്ക് മാറിയതിന്റെ കാരണം ഈ പിടിച്ചാ കിട്ടാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് എന്താ കേടുവരുന്നത്? പലിശ തിന്ന് ഹൃദയം കേടുവരും, അത് തന്നെ ജീവിതം തകരും, അള്ളാഹുമായി അകന്നു പോകും, എന്ത് വൃത്തികേട് ചെയ്യാനും മടിയില്ലാതെ വരുന്നു. അള്ളാഹു നല്ല വരുമാനം കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വാലിഹീങ്ങൾ മുഴുവനും അവരുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടവരാണ്.
ഈ 4 കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയം കേടുവരുത്തുമെങ്കിൽ ഇനി 4 കാര്യങ്ങൾ അർബഅത്തും മിൻ നൂറിൽ ഖൽബി, 4 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ ഈ ട്യൂബിനേക്കാളേറെ പ്രകാശമുള്ളവരായ രൂപത്തിൽ അവന്റെ ഹൃദയം മാറും. ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, സുഹബത്തുസ് സ്വാലിഹീൻ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ? അതിന് മൗല തങ്ങളുടെ ആണ്ട് ഈ ജനറേഷൻ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇമാമ മഹാന്മാർ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫത്തിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖല വഖിയാമു ലൈലിൻ വത്തദറഉ ബിസ്സഹർ വമുജാലസത്തുസ് സ്വാലിഹീനൽ ഫുളലാ. പെണ്ണെ, നിന്റെ ഈമാന് ശോഭ വേണോ? യുവാക്കളെ രക്ഷപ്പെടണോ? സുഹബത്തുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായി ഇടപഴകണം. വടുതലയുടെ ചരിത്രത്തിൽ മൗല തങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമെങ്കിൽ സയ്യിദാണ്, അഹ്ലു ബൈത്താണ്, അതിന് പുറമെ ആലിമാണ്. ആ മഹാനുഭാവനെ ഒരു ഫാത്തിഹ കൊണ്ടെങ്കിലും ഓർക്കാത്ത ഒരു ദിവസം നമ്മളിൽ വരാതിരുന്നാൽ മുരീദി തമസ്സക് ബി വകുൻ ബി അവാസിക വഅഹ്മിക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. അവരെ മുറുകെ പിടിക്കുന്നതിലൂടെ നമ്മൾ അറിയാതെ നമ്മുടെ വൃത്തികേടുകൾ മാറിക്കിട്ടുന്നു. ഹൃദയം ഒളിപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണ് സുഹബത്തുസ് സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുമായി വല്ലാതെ ബന്ധപ്പെടണം. അതുകൊണ്ട് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം ശാഫി തങ്ങൾ പറഞ്ഞില്ലേ, ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. എനിക്ക് കയ്യിലൊന്നുമില്ല, ഇബാദത്തിന്റെ കെട്ടുകളില്ല, എന്നിട്ട് ഇമാം ശാഫി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഉഹിബ്ബുസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇമാം അബൂ ഹനീഫ തങ്ങളെ സിയാറത്തിന് പോകും. അങ്ങനെ അക്കാലത്ത് ജീവിച്ച മഹാന്മാരുമായി ബന്ധപ്പെടും. എന്നിട്ട് അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു, വലസ്തു മിൻഹും, ഞാൻ അങ്ങനെ വലിയ ആളൊന്നുമല്ല. നമ്മളൊരു തലപ്പാവ് കെട്ടിയാൽ, ഒരു തസ്ബീഹ് മാല കയ്യിൽ വന്നാൽ നമ്മളെപ്പോലെ കിബറുള്ളവർ ലോകത്തില്ലാതെ വരുന്നു. വലിയ ആലിമായ മദ്ഹബിന്റെ ഇമാമായ ഇമാം ശാഫി തങ്ങളാ പറഞ്ഞത്, ഞാനൊരു വലിയ ആളൊന്നുമല്ല. ഞാൻ എന്തിനാണ് മഹാന്മാരെ ഇഷ്ടപ്പെടുന്നത്? ഞാൻ എന്തിനാണ് അവരുടെ പിന്നാലെ പോകുന്നത്? ഞാൻ എന്തിനാണ് അവരെ സിയാറത്ത് ചെയ്യുന്നത്? ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. കോടാനകോടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറിൽ വരുമ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും അവരെ കൊണ്ട് എനിക്ക് സ്വർഗം വേണം. അതുകൊണ്ടാണ് ഞാൻ അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറയുമ്പോ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ സദസ്സിലുണ്ട്. മഹാനുഭാവൻ എഴുന്നേറ്റിട്ടുടനെ ഉഹിബ്ബുസ് സ്വാലിഹീന വഅൻത മിൻഹും ലഅല്ലി അൻ അനാല ബിക ശഫാഅ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഞാനും സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. വഅൻത മിൻഹും, തങ്ങളെ ഉസ്താദെ നിങ്ങൾ നല്ലവരല്ലെങ്കിൽ ലോകത്തിന് ആരാ ഒരു നല്ലവരുള്ളത്? എന്തിനാ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നത്? ആ സുഹബത്ത് എന്തിനാ? ആ സുഹബത്ത് എന്തിനാ? ലഅല്ലി അൻ അനാല ബിക ശഫാഅ. കോടാനകോടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറിൽ വരുമ്പോ അവിടത്തെ കൊണ്ട് എനിക്ക് സ്വർഗം നേടണം. മുൻഗാമികൾ ചിന്തിച്ചതാ, മുൻഗാമികൾ ചിന്തിച്ചതാ. അതാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഞങ്ങൾക്കിടയിലുണ്ടായ സന്തോഷം പോലെ ജീവിതത്തിൽ വേറെ സന്തോഷം ഉണ്ടായിട്ടില്ല. ഏതാണത്? ഒരാൾ വന്ന് ചോദിച്ചു, മത്തസ്സാഅത്ത് യാ റസൂലല്ലാഹ്, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക? എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക? അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, മഅത്തദത്തലഹ, ആ വലിയ ദിവസത്തേക്ക് വേണ്ടി നിന്റെ കൈവശം എന്തുണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാര്യമായിട്ടൊന്നുമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല. പക്ഷേ ഞാൻ അള്ളാഹുവിനെ, അതേപോലെ അവിടുത്തെ ദൂതനായ മുത്തുനബിയെ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു. ഇതങ്ങ് പറഞ്ഞപ്പോ എന്താണ് പെട്ടെന്ന് കൊടുത്തു പോകണം. മുന്നിക്കട ഒരു മുന്തിരി കൊണ്ടിരുന്ന എന്റെ ശബ്ദമൊക്കെ വെള്ളത്തിലാവും. സ്പീഡിൽ കൊടുത്തുകൊണ്ട് പിന്നെ പ്രയാസം ഇല്ലെങ്കിൽ ഈ കസേരയിലേക്ക് ഒന്ന് കയറിയുന്ന വലിയ സന്തോഷമാണ്. എൻ്റെ മുന്നിൽ കുറച്ച് എന്നെ നോക്കി ചിരിക്കുന്ന കസേരകളുണ്ട്.
അനുസരണയാണല്ലോ വിജയത്തിന്റെ അടിത്തറ. അപ്പൊ കുറച്ച് ആ സക്കരിയ ബാക്കവി ഉസ്താദ് വന്ന് ഇങ്ങോട്ട് വന്ന് വലിയ സന്തോഷമായിരുന്നു. ആലിമീങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ അവരും കൂടെ വന്നിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് സക്കരിയ ബാക്കവി ഉസ്താദ് കൂടി ഇങ്ങോട്ടൊന്ന് കയറി വന്നാൽ വലിയൊരു സന്തോഷം. അതിന് കുറഞ്ഞ കസേര കൂടി കാലുണ്ട്, എല്ലാവരും കയറിയിരുന്നാൽ ഞാൻ നീട്ടണില്ല. കാരണം ഹസൻ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10 മണിക്ക് മുമ്പ് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. ബാക്കവി ഉസ്താദ് വരി, നമ്മുടെ പഴയകാല സുഹൃത്തൊക്കെയാണ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാ ഉസ്താദുമാർക്കും അള്ളാഹുവിന്റെ ദീനി ഖിദ്മത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ദൂരെ നിൽക്കുന്നവരൊക്കെ ആ കസേരയിലേക്ക് ഇരുന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഞാനിപ്പോ എന്താ പറഞ്ഞു വെച്ചത്? ഇതാദ്യം കണ്ടപ്പോൾ കരിക്കിന്റെ വെള്ളം, നല്ല ചൂടുവെള്ളം, കളർ മാറ്റമായിരിക്കുമല്ലേ. അപ്പൊ ഞാനെന്താ ഇപ്പൊ പറഞ്ഞു വെച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അപ്പൊ പറഞ്ഞു അന്ത മഅമൻ അഹ്ബബ്ത. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം നിനക്ക് റബ്ബിന്റെ മുന്നിൽ കൂടാമെന്ന് പറഞ്ഞപ്പോ അനസുകൾ പറയാണ്, ഇത് മുത്തുനബി തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്കുണ്ടായ സന്തോഷം പോലെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ജീവനേക്കാളേറെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പ്രണയിച്ചവരാണ് അവർ. അപ്പൊ അവർ ചിന്തിക്കുന്നു, ഞങ്ങൾ മുത്തുനബിയെ പ്രണയിച്ചെങ്കിൽ ആ നേതാവിനോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ പറ്റുമല്ലോ എന്ന ചിന്ത കൊണ്ട് തുള്ളിച്ചാടിയെങ്കിൽ അതാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും പറഞ്ഞത്, ഉഹിബ്ബു സ്വാലിഹീന വ അൻത മിൻഹും ലഅല്ലി അൻ അനാല ബിക ശഫാഅ. ഓ ഇമാം ഷാഫി തങ്ങളെ, നിങ്ങൾ നല്ലവരല്ലെങ്കിൽ ലോകത്തൊരു നല്ലവര് വരാനില്ല. ഞാൻ എന്തിനാണ് അങ്ങയുടെ പിന്നാലെ കൂടുന്നത്, അങ്ങയുടെ പിന്നാലെ നടക്കുന്നത്? എനിക്ക് നാളെ റബ്ബിന്റെ മുന്നിൽ വരുമ്പോ ഒരു രക്ഷയുടെ പിടിവള്ളി വേണം. അങ്ങയിലൂടെ സ്വർഗം ഞാൻ കൊതിക്കുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞെങ്കിൽ പഴയകാല സ്വാലിഹീങ്ങളൊക്കെ ആര് വിജയിച്ചോ? മല്ലം മെറൽ മുഫ്ലിഹ് വലൻ യുഫ്ലിഹ്. വിജയിച്ചവരുമായി ബന്ധപ്പെടാതെ, അവരെ സമീപിക്കാതെ, അവരുമായി സുഹബത്തില്ലാതെ കിബ്റ് കൊണ്ട് ഞാൻ തന്നെ മതിയെന്ന് ചിന്തിച്ചാൽ ഈമാനോടെ മരിക്കാൻ പറ്റൂല. ഇയ്യാക നഅ്ബുദു, അതിന്റെ പൊരുൾ ബൈളാവി ഇമാം എന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നതിന്റെ വിശകലനം നടത്തുമ്പോ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളും നഅ്ബുദു ആണ് പറയേണ്ടത്. ഗ്രാമർ അനുസരിച്ച് അഅ്ബുദു പറഞ്ഞാൽ മതി. നഅ്ബുദു എന്ന് പറയാനുള്ള കാരണം തന്നെ, എന്റെ ഇബാദത്ത് എടുക്കപ്പെടാത്ത നാണയമാണെങ്കിലും നീ പൊരുത്തപ്പെട്ട ധാരാളം നല്ലവരുണ്ട്, അവരുടെ കൂട്ടത്തിൽ എന്റെ ഇബാദത്ത് കൊണ്ടൊന്ന് പരിഗണിച്ച് എന്നെ പരിഗണിക്കണേ അല്ലാ. ഇതാണ് നിന്റെ താല്പര്യമെന്ന് ഇമാം ബൈളാവിയെ പോലുള്ള മഹാന്മാര് പരിചയപ്പെടുത്തിയെങ്കിൽ വിജയം വേണോ? ഹൃദയത്തിന് പവിത്രത വേണോ? ഈമാനോടെ മരിക്കണോ? സക്കറാത്തിന്റെ സമയത്ത് പിശാചിനെ ആട്ടി ഓടിക്കണോ? സുഹബത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായി ബന്ധം വേണം. വടുതലക്കാരെ സംബന്ധിച്ച് മൗലാ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതാത്ത ഒരാണ് കൊണ്ടൊരിക്കലും ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. കണ്ടില്ലേ ബഹുമാനപ്പെട്ട എടപ്പള്ളി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇ കെ ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മഹാന്മാർ ജംബുൽ ജവാമി ഉൾപ്പെടെയുള്ള കിതാബ് ഓതിയത് അവിടെ വന്ന, ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് അതിന്റെ ചുമരുകളിലൊക്കെ അക്കാലത്തെ മഹാന്മാർ എഴുതിയ ബെയ്ത്തുകൾ കാണാമായിരുന്നു. പിന്നീട് പള്ളി വൈറ്റ് വാഷ് ചെയ്തപ്പോൾ അതൊക്കെ മാഞ്ഞിട്ടുള്ളത്. പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് ഒരു കാലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വരെ തയ്യാറാക്കി കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട കൂട്ടായി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന എടപ്പള്ളി ഉസ്താദാണ്. അഞ്ചരക്കണ്ടിയാണ് അവിടെ ഖത്തീബായി നിന്നത്. വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് ബിരുദം നേടി ബഹുമാനപ്പെട്ട കൂട്ടായി ഉസ്താദ് അവിടെ വരുമ്പോ അന്ന് താടി രോമങ്ങളും മീശരോമങ്ങളും പോലും വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ അഞ്ചരക്കണ്ടി ഈ ഉസ്താദിനെ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്നു, കൂട്ടായി ഉസ്താദിനെ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്നു. എടപ്പള്ളിയിലെ തറവാട്ടുകാർ ചോദിച്ചു, അല്ല ഇത്രയേറെ പ്രായമുള്ള നിങ്ങൾ ഈ കുട്ടിയെ കണ്ടപ്പോ എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? അത് യഥാർത്ഥത്തിൽ ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി, മഹത്തുക്കളല്ലാതെ അറിയൂല. അതുകൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നപ്പോ ആലിമീങ്ങൾ ബുഖാറ അവിടുത്തെ ഹദറത്തിൽ മുഴുവൻ ആളുകളും ഉസ്താദിനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നത്.
ലോകോത്തര പണ്ഡിതന്മാർ ഈ നമ്മുടെ നാട്ടിലുള്ള സുൽത്താനുൽ ഉലമയെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അറിഞ്ഞത്? ലാ യഅരിഫുൽ വലി ഇല്ലൽ വലി, ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാർക്കേ തിരിയൂ. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോ കിബാറായ ഉലമാ ഉസ്താദിനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട അഞ്ചരക്കണ്ടി അന്ന് പറഞ്ഞു, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് എഴുന്നേറ്റതല്ല, ആ കുട്ടിക്ക് അള്ളാഹു കൊടുത്ത ഇൽമിന്റെ പവർ കണ്ടിട്ട് എന്റെ ചന്തി നിലത്തുറച്ചില്ല എന്ന് പറഞ്ഞ് അഞ്ചരക്കണ്ടി അക്കാലത്തെ അടപ്പള്ളി തറവാട്ടുകാരോട് പറഞ്ഞെങ്കിൽ ജമ്മുൽ ജവാമി ഉൾപ്പെടെ വലിയ വലിയ ഗഹനമായ വിഷയങ്ങൾ സരളമായ ശൈലിയിൽ കൈകാര്യം ചെയ്ത് കേരളക്കരയിൽ ഇന്ന് കാണുന്ന തലയെടുപ്പുള്ള ഉലമാഇന്റെ ഉസ്താദായി വിരാജിച്ചെങ്കിൽ മരണത്തിന്റെ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മഹാനായ ആലുവായ അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടി പോവാ. ഞാൻ ചരിത്രം പറയുന്നില്ല, നമ്മൾ പഠിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ. അള്ളാഹു തന്ന അവസരങ്ങളല്ലേ ഈ മഹാനക്ക് ഇവിടെ ഉള്ളപ്പോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഹദറത്തിലൊന്ന് പോയി ഒരു ഫാത്തിഹ ഓതിയാൽ 100 വേറെ കാണുന്നതിനേക്കാൾ നല്ലതാ. ഒരു റിഫ്ലക്ഷൻ, ഒരു പവർ നമുക്ക് ഇങ്ങോട്ട് അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി രക്ഷപ്പെടാൻ. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട എടപ്പള്ളി ഉസ്താദിന്റെ വഫാത്തിന് കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ആലുവായ അബൂബക്കർ മുസ്ലിയാരെ കാണാൻ പോവാ. എന്താണിത് പറഞ്ഞ്? സുഹബത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായി ഇടപഴകണം കൽബ് നന്നാവാൻ. അങ്ങനെ ആലുവായ അബൂബക്കർ വീടിന്റെ മുറ്റത്ത് ചെന്നു. നമ്മളെ പോലെ അതവില്ലാത്ത ലോകമല്ല, അങ്ങോട്ട് കയറിപ്പോവാൻ മടിയാ, മാറിയാ മുറ്റത്ത് നിൽക്കുക. നമ്മൾ ഓടി അങ്ങ് കയറും, റൂമിലടുത്ത് പോയിരിക്കും. യഊദുബില്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതവില്ലാത്തതാ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണം. അങ്ങനെ ആ മുറ്റത്ത് നിന്നു, കേറുന്നില്ല. അങ്ങനെ തൊണ്ട അനക്കി, അപ്പോഴും അനക്കൊന്നും കേൾക്കണില്ല. വീണ്ടും തൊണ്ട അനക്കിയപ്പോ ചോദിച്ചു, ആരാ പുറത്തുള്ളത്? ബഹുമാനപ്പെട്ട കൂട്ടായി ഉസ്താദ്. അവിടുത്തെ ആ ഹൈബത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഒന്നും മിണ്ടാൻ പറ്റണില്ല. രണ്ടാമത് വീണ്ടും ചോദിച്ചു, ആരാണ്? അപ്പോഴും മറുപടിയില്ല. മൂന്നാമത് ചോദിക്കുമ്പോ ഇതാ മഹാനവറുകൾ പറയുന്നു, അബ്ദുൽ ഹവാ. 55 കൊല്ലം ദർസ് നടത്തിയ കൂട്ടായി അബൂബക്കർ മുസ്ലിയാർ എന്നല്ല പറയുന്നത്. ഇപ്പോഴും ജീവിത ഇച്ഛകളുടെ പിന്നാലെ പോയി റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിതം ക്രമപ്പെടുത്താൻ കഴിയാത്ത ഇച്ഛയുടെ പിന്നാലെ പോകുന്ന ഒരു അടിമയാ. ഒന്ന് നന്നാവാൻ വേണ്ടി വന്നതാ. മുത്തബിഉ സുന്ന എന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച മഹാനായ കൂട്ടായ ഉസ്താദ്, ആ എടപ്പള്ളിപ്പള്ളിയുടെ മുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, ആ ആലുവായ അബൂബക്കർ മുസ്ലിയാരോട് പറഞ്ഞത്, അബ്ദുൽ ഹവാ, ഇച്ഛകളുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു അടിമയാണ്. അവിടുത്തെ സുഹബത്ത് കൊണ്ട് ഈമാനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നതാ. വലിയ വലിയ ആലിമീങ്ങൾ പോലും രക്ഷയുടെ മാർഗമായി സ്വാലിഹീങ്ങളുമായുള്ള സുഹബത്താണ് തെരഞ്ഞെടുത്തതെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത് കാണാം, ഈമാൻ വേണോ, ന്യൂനതകൾ പരിഹരിക്കപ്പെടണോ, ആഖിബത്ത് നന്നായി മരിക്കണോ, രക്ഷപ്പെടണോ, സുഹബത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായി ബന്ധം വേണം. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, മദീനത്ത് വെച്ച് മഹാനായ താജുൽ ഉലമാ, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. താജുൽ ഉലമ നമുക്കറിയോ? നമുക്കൊരു 90% ആൾക്കും താജുൽ ഉലമയെ തിരിഞ്ഞിട്ടില്ല. മഹാനായ സി.എം. വലിയുള്ള താമസിച്ച മൂപ്പന്റെ വീട്ടിലെ ബാബു എന്ന ഓമന പേരിൽ വിളിക്കുന്ന ആ പ്രിയപ്പെട്ട ബാബു ഒരു പ്രാവശ്യം ചെന്ന് ഖാദിരിയ തരീഖത്തിന്റെ സമ്മതം ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി തങ്ങളോട് ചോദിച്ചു. അപ്പൊ സി.എം. വലിയുള്ളാഹി, നിങ്ങൾ ഉള്ള ആളത്ത് പോകുക, താജുൽ ഉലമയോട് സമ്മതം വാങ്ങുക. ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ള ഹയാത്തുള്ള കാലത്ത് ഖാദിരിയ തരീഖത്തിന് ഇജാസത്ത് കൊടുക്കാൻ ഒരു മുറബ്ബിയായ ശൈഖായി അന്ന് പരിചയപ്പെടുത്തിയത് താജുൽ ഉലമയാണ്. അവിടുത്തെ കറാമത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഈ സി.എം. വലിയുള്ളാന്റെ വാക്ക് കേട്ടിട്ട് ഉള്ളാളത്ത് പോവാണ്. ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? ഞാൻ ഇജാസത്ത് വാങ്ങാൻ പറഞ്ഞു. പോടാ, ഞാൻ തരീഖത്ത് കൊടുക്കേണ്ട ആളൊന്നുമല്ല എന്ന് പറഞ്ഞു വല്ലാതെ ചൂടായപ്പോ പറഞ്ഞു, എന്നെ സി.എം. വലിയുള്ളാഹി പറഞ്ഞയച്ചതാ. അപ്പൊ തണുത്തു. എന്നാ പിന്നെ നീ പോയി ഒതു ഉണ്ടാക്കി കൊണ്ടുവാ. അടുത്തേക്ക് വിളിച്ചു, ഖാദിരിയ തരീഖത്തിന്റെ സമ്മതം കൊടുത്തു. ഞാനിത് പറഞ്ഞതിന്റെ കാരണം, ആ ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനുഭാവൻ മദീനയിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ്. മസ്ജിദ് ബിലാലിന്റെ അടുത്ത് ശൈഖ് സക്കരിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ യമനിൽ നിന്ന് വന്ന ഒരു മഹാൻ ജീവിച്ചിരുന്നു. ആ മഹാനായ
സക്കരിയ എന്ന് പറയുന്ന ഷേഖ് സക്കരിയുടെ അരികില് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ചുരുണ്ട് താജുൽ ഉലമ നിന്നിട്ട് സ്വലാത്തിന്റെ സമ്മതം വാങ്ങുന്ന രംഗം ഞാനിപ്പോഴും ഓർക്കുകയാണ്. വലിയ വലിയ കിബാറായ ഉലമാക്കള് പോലും ഹൃദയത്തിന്റെ ശോഭ അത് കൂടുതൽ ലംഘുന്നതിന് വേണ്ടിയിട്ട് സ്വാലിഹീങ്ങളുമായി ഇടപഴകിയെങ്കിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളും പറഞ്ഞതാണ് സുഹബത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായി ഇടപഴകണം, അവരുമായി ബന്ധപ്പെടണം, അവരുടെ മേൽ ഫാത്തിഹ ഓതണം, അവരുടെ ഗുണഗണങ്ങൾ പറയണം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കഴിഞ്ഞുപോയ മഹാന്മാരെ പറ്റി പറയുന്ന വീടുകളാവണം. സ്ത്രീകളെ വീട്ടിൽ ശാന്തി വേണോ? മാല മടക്കി കൊണ്ടുവരണം, ബദർമാല മടക്കി കൊണ്ടുവരണം, സ്വാലിഹീങ്ങളെ പറയുന്ന വീടാവണം. അങ്ങനെ നല്ലത് പറയുമ്പോ അവിടെ അള്ളാന്റെ സമാധാനമുണ്ട്, മനസ്സിന് ശാന്തിയുണ്ട്, വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഒന്നാമത് പറഞ്ഞത് സ്വാലിഹീങ്ങളുമായി സഹവസിക്കണം എന്നാണ്. ഇനി 3 കാര്യങ്ങൾ ബാക്കിയുണ്ട്. ദുആയും മറ്റു കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട്. അൽഹംദുലില്ലാഹ് മൗലാ തങ്ങളുടെ പേരിൽ കൂടിയത് നമ്മളൊക്കെ മരിക്കുമ്പോൾ അവിടുത്തെ സാമീപ്യം ലഭിക്കാൻ കാരണമായി അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്നുറക്കി ആമീൻ പറയണം, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലവും ആ മഹാനുഭാവന്റെ പേരിൽ ഇതുപോലെ കൂടാൻ അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. നിസ്കാരത്തിന്റെ കഥ ഞങ്ങൾക്ക് പറയാനില്ല, നോമ്പിന്റെ ആ കഥ പറയാനില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊന്നും നല്ലവരല്ലെങ്കിലും നല്ലവരായ ഇത്തരം മഹാന്മാരെ പറയാനുള്ള വേദികൾ ഒരുക്കുന്നു, സദസ്സിൽ വരുന്നു എന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ നീ നന്നാക്കി തരണം അല്ലാഹ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ മഹാനുഭാവന്റെ സ്മരണ കൂടുതൽ സജീവമായി നടത്താൻ നമുക്ക് അടുത്ത ആണ്ടിന്റെ ദിനം വരുമ്പോ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നല്ലവണ്ണം ആഹാരം കൊടുക്കണം, നല്ലവണ്ണം ആഹാരം കൊടുക്കണം. സാമ്പത്തികമായി ഞെരുക്കവും പ്രയാസവും ഒന്നും ഇല്ല. അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നാല് അടുത്ത അവിടുത്തെ ഉറൂസിന്റെ സമയം വരുമ്പോ ആ ഉറൂസിലേക്ക് എന്റെ വക ഇൻഷാ അല്ലാഹ് തരപ്പെട്ടാൽ ഞാനൊരാടിനെ കൊടുത്തോളാം എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെന്ന് കൈബന്ധിച്ചാൽ തുടങ്ങി വെച്ചാല് റാഹത്തായി. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരാടിന് അത് ചെറുതോ വലുതോ ആവട്ടെ അടുത്ത ഉറൂസിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്ന് അൽഹംദുലില്ലാഹ് ഉണ്ടെങ്കിൽ മൗലാ തങ്ങളുടെ കറാമത്ത് കൊണ്ട് അത് ഏറ്റെടുക്കുന്നവർക്കുള്ള സാമ്പത്തിക രംഗത്തുള്ള ഞെരുക്കം മറ്റു പ്രതിസന്ധികളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ച് ബിസ്മില്ലാഹ്. അടുത്ത വർഷത്തേക്ക് 10, 50, 100 രൂപയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കൊല്ലം തികയുമ്പോൾ മഹാനുഭാവന്റെ പേരിൽ ഒരു ചെറിയ ഭക്ഷണം കൊടുക്കാൻ അത് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിക്കും. ആരുമില്ലേ? ഏതെങ്കിലും ഒരാള് തുടങ്ങിയ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട കബീർ ഹാജി ഒരു സ്വലാത്തി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് നല്ലോണം ആമീൻ പറയണം, സ്വീകരിക്കണം അല്ലാഹ്. ഈ മജ്ലിസ് മൗലാ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ കാട്ടിക്കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ മദ്ഹ് പറയാനുള്ള വേദി സജീവമാക്കാൻ ബഹുമാനപ്പെട്ട കബീർ ഹാജി ഉയർത്തിയ കരങ്ങൾ റബ്ബിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക് വരാനൊരു സബബാക്കണേ അല്ലാഹ്. ഭാര്യ, മക്കള്, കുടുംബങ്ങൾ, ബന്ധപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ പടവുകൾ താണ്ടാൻ ഈ സ്വതക്ക നീ പരിഗണിക്കണേ അല്ലാഹ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് ആ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. എല്ലാ വിപത്തുകളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങളുടെ ആ വേർപാടിന്റെ സമയത്ത് സന്നിഹിതനായതുപോലെ മൗലാ തങ്ങളുടെ സാമീപ്യം കൊണ്ട് അവസാനം രക്ഷപ്പെടുന്നവരിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും നീ പെടുത്തണേ അല്ലാഹ്. ഒരെണ്ണം ഇനി മറ്റാരെങ്കിലും ഉണ്ടോ നല്ല മനസ്സോടെ? അവിടെ അൽഹംദുലില്ലാഹ് ആരാ ഇവിടെ നിഷാദ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. നല്ല ആമീൻ പറയണം. എല്ലാ നല്ല കാര്യങ്ങൾക്കും ആരും അറിയാതെ കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അതുകൊണ്ട് ഇന്നേ വരെ അള്ള ഒരു പരാജയം എൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. ഞാൻ എടപ്പള്ളിയിൽ നിൽക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ എനിക്ക് പരിചയമുണ്ട്. ആ പ്രായം മുതൽ ഇന്നും ആ തെളിഞ്ഞ മുഖം അങ്ങനെ നിലനിൽക്കുന്നത് ആ കൊടുക്കുന്നതിനെ സ്നേഹിക്കുന്നതിൻ്റെയും കാരണം കൊണ്ടാണ്. അല്ല വേറെ കഴിവും പവറൊന്നുമല്ല.
നല്ലവരുമായി ബന്ധപ്പെടുമ്പോൾ നല്ല വഴികളൊക്കെ അള്ള തുറന്നു കൊടുക്കും. അപ്പോൾ ഇതിലും തന്നിട്ടുണ്ട് ഹിബീർ സാഹിബും അതുപോലെ തന്നെ നമ്മുടെ നിഷാദും. അള്ളാഹുവേ ഈ സ്വതക്ക നീ കബൂലാക്കണം അല്ലാഹ്. നല്ല ആമീൻ മരണം കബൂലാക്കണം അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ആ കുടുംബങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ചെയ്യുന്ന തൊഴിലൊരു പരാജയം വരാതെ കാക്കണം അല്ലാഹ്. ഏതെങ്കിലുമൊക്കെ തലങ്ങൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വന്നാലും അതിനേക്കാൾ വലുതുകൊണ്ട് വിജയത്തിൽ നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മരണപ്പെട്ടവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ആ ഖബറിലേക്ക് ഇതിന്റെ സവാബുകളൊക്കെ നീ എത്തിക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളെ സ്നേഹിച്ചുകൊണ്ടാ കൊടുക്കണതിന്റെ വാക്കിന്റെ പവറല്ല, അവന്റെ ജീവിതത്തിൽ കാലിടറുന്ന സമയത്ത് മൗലാ തങ്ങളെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി മൂന്നാമത് ആരേലും ഉണ്ടോ? മൂന്നാമത് ആരേലും ഒരാൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം വരുമ്പോൾ കൊടുക്കണം എന്ന നിയ്യത്തിലായി. ഇനി എന്തോ കാരണവശാലും പറ്റിയില്ലേ, അപ്പൊ നമുക്ക് അള്ളാഹു തരുന്ന ഒരു കാരണമാണല്ലോ അത്. ആഫിയത്തും അൽഹംദുലില്ലാ നമ്മുടെ നിഷാദ് അല്ലേ. അൽഹംദുലില്ലാ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അസ്സഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നല്ല ആമീൻ പറഞ്ഞ മക്കളെ, അവന്റെ ആമീനൊക്കെ അള്ളാഹു സ്വീകാരം. ചെറിയ കുട്ടിയൊക്കെ മരിച്ചുപോയി, ആ വേദന സഹിച്ച് ആ കുടുംബത്തിൽ കുറെ മരണം കൊണ്ട് കുറെ പരീക്ഷണങ്ങൾ വന്നിട്ടും പിടിച്ചു നിന്നൊരു കൽബാണ്. അല്ലാഹ് ആ കുടുംബത്തിൽ നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. മരിച്ചവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കൾ നിന്റെ മുന്നിലങ്ങ് വരുമ്പോ ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന മുൻപിരുന്നാക്കണേ അല്ലാഹ്. പരാജയം വരാതെ കാക്കണേ അല്ലാഹ്. നിലവിലുള്ള തൊഴിൽ മേഖലകളൊക്കെ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. രോഗം കൊണ്ട് വലയ്ക്കല്ലേ അല്ലാഹ്. സിഹർ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. എന്ത് അനർത്ഥങ്ങൾ ആ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിലും മൗലാ തങ്ങളുടെ കറാമത്ത് കൊണ്ട് അതൊക്കെ നീ തട്ടി നീക്കി കളയണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മൂന്നായി. ഇനി നാലാമത് ആരേലും ഉണ്ടോ? ബിസ്മില്ലാ. മൂന്നായപ്പോ മൂന്നായി. നാലാമത് ആരാ? ഒരാള് ഒരു വർഷത്തെ കാലയളവ് അള്ളാഹു തരുവാണ്. ഇന്ന് മാത്രമല്ല, ചൊവ്വാഴ്ച ഞാൻ പോയ ബുധനാഴ്ച ഹറമിലെത്തും. അവിടെ എത്തുമ്പോൾ ഇതൊക്കെ തന്ന ആളുകൾക്കൊക്കെ വേണ്ടി അവിടെ വെച്ച് ദ്വാരക്കുകയും ചെയ്യും. നാലാമതാരാ? ഒരാള് ഇൻഷാ അല്ലാഹ്. അത് ഉസ്താദുമാർക്കും ആവാം. എന്തിനാണത്? ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതെന്ന് പറഞ്ഞിട്ട് ഒന്ന് സംഘടിപ്പിച്ചു കൊടുത്താൽ ആ കൊടുക്കലും വലിയ പവറാ. നാലാമതാരേലും ഉണ്ടോ? ഒന്ന് കൈബന്ധിക്കാൻ. നാലാമത് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെയും ഇൻഷാ അല്ലാഹ് മാരക രോഗങ്ങളെ തൊട്ടുള്ള കാവല്, മക്കള് സ്വാലിഹ്യങ്ങളായി കിട്ടാന്, പഠനരംഗത്ത് ഉന്നതങ്ങളിൽ എത്തിപ്പെടാന്, കുടുംബത്തിൽ ഐശ്വര്യത്തിന് സമാധാനത്തിന് കരുതി മൗലാ തങ്ങളുടെ പേരിൽ കൊടുക്കാൻ നാലാമത് ആരാ ഒരാളുള്ളത്? പെട്ടെന്ന് പറയണം, സമയം അതിനുവേണ്ടി നീട്ടിക്കൊണ്ട് പോകാനില്ല. നാലാമത് ആരും ഒരാളില്ലേ? അൽഹംദുലില്ലാ. ആരുണ്ട്? നാലാമത് ഒരാള് കൈബന്ധിക്കാൻ. സ്ത്രീകളും പറ്റും. അടുത്ത വർഷത്തേക്ക് നമ്മുടെ സംഘാടകരെ നോക്കിയാൽ ഏതെങ്കിലും ഒരു ഉമ്മ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ ഏകദേശം 5ഓളം ആടുകളെ ഏറ്റത് സഹോദരിമാരാണ്. ആരാ ഉള്ളത്? ഒന്ന് ചെന്ന് നോക്കട്ടെ. ആണുങ്ങളിൽ ആരോടെന്ന് പെട്ടെന്ന് പറയണം, സമയമില്ല. പേര് പറയണ്ട എന്ന് പറയുന്ന ഒരു സഹോദരൻ അൽഹംദുലില്ലാ അവരുണ്ടോ? ലൈസ ഖുസ്റാനുൽ ലിമൻ അത്താ ഇലൈക്കും ത്വാലിബ ബൽ ബിമത്ലൂബിൽ ലഹു ഖദ് ഫാസ യാ മദഹൂർ വലി ലാ ഇലാഹ പേര് പറഞ്ഞില്ലെങ്കിലും പടച്ച റബ്ബ് അറിയും. ആ കുടുംബത്തെ നീ വിജയികളിൽ എഴുതണേ അല്ലാഹ്. പരാജയങ്ങളൊക്കെ നീ നീക്കണേ അല്ലാഹ്. ഒരു ഇഞ്ചക്ഷൻ ബഹുമാനപ്പെട്ട ജാഫറുവായ തങ്ങൾ ആസ്ത്ര മെഡിസിറ്റിയിൽ വഫാത്തായപ്പോൾ 8,73,000 രൂപ ബില്ല്. അല്ലാഹുവേ അവിടുത്തെ ദർജ നീ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. ഒരാശുപത്രി കേസിന് വരുന്ന അത്തരം രോഗങ്ങളിൽപ്പെട്ട് വലിയ ബില്ലുകൾ തട്ടിക്കളയാൻ ഉപകരിക്കുന്ന ഒന്നാണ് സ്വതക്കയെങ്കിൽ ആ പേര് പറയാതെ ഏറ്റ കുടുംബത്തെ മാരക രോഗങ്ങൾ തൊട്ട് കാക്കണം അല്ലാഹ്. പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. മക്കൾക്ക് ഉന്നത ഭാവി കൊടുക്കണേ അല്ലാഹ്. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഒരാളുടെ മുന്നിലും സന്താന പരമ്പര ഖിയാമം വരെ ദാരിദ്ര്യം കൊണ്ട് കൈനീട്ടുന്ന ഒരവസ്ഥ മൗലാ തങ്ങളുടെ കറാമത്ത് കൊണ്ട് ആ കുടുംബത്തിൽ നീ കൊടുക്കല്ലേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഞ്ചാമതൊരാള് ബിസ്മില്ലാ. നല്ല ധൈര്യത്തിനങ്ങ് പറഞ്ഞപ്പോ അല്ലാഹ് തരും. അല്ലാഹു തന്നോളൂ. ആ നല്ല നീയത്തിലാകുമ്പോൾ പടച്ചോൻ അത് തരും. ഇനി ആരുണ്ട്? അഞ്ചാമതൊരാള്. അടുത്ത വർഷത്തേക്ക് ഇതുപോലെ കൂടാനൊക്കെ ഒരു അവസരം അല്ലാഹു. അൽഹംദുലില്ലാ. ഒരു സഹോദരി അവിടെ പറയുന്നുണ്ട്. സംഘാടകർ എവിടെയൊക്കെയോ ആണ്. ഒരു സഹോദരി അവിടെ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ
സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയത്തി. വല്ലാത്ത കൽബാണ് ആ സഹോദരി. റബ്ബേ, നീ ആ സദഖ കബൂലാക്കണം അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്. പടച്ചോനെ, സഹോദരിമാര് പലപ്പോഴും ദീനീ കാര്യങ്ങൾ സഹായിക്കുന്ന മേഖലകൾ മുൻപന്തിയിലാണ്. ആ കുടുംബത്തിൽ ഒരു പ്രയാസം വരാതെ നീ കാക്കണേ അല്ലാഹ്. ഭർത്താവ്, മക്കള്, കുടുംബങ്ങളെയൊക്കെ നീ ഉയർച്ചയിൽ എത്തിക്കണം അല്ലാഹ്. ദാരിദ്ര്യം നൽകല്ലേ അല്ലാഹ്. ഭർത്താവിന്റെ മരണം കൊണ്ട് ആ കുടുംബം നീ അനാഥമാക്കല്ലേ അല്ലാഹ്. എഴുതിയ പരീക്ഷകളൊക്കെ പൊന്നുമക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാഹ്. മൗലാ തങ്ങളുടെ കാവലുള്ള കുടുംബമാക്കണേ അല്ലാഹ്. നാളെ നിന്റെ മുന്നിൽ എത്തിപ്പെടുമ്പോ റബ്ബേ, ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹ അവിടുത്തെ പിന്നാലെ സ്വർഗത്തിൽ ഇടം നൽകണേ അല്ലാഹ്. ആ തന്ന സഹോദരിയെയും കുടുംബത്തെയും നീ കൈവിടല്ലേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 5 ആണുങ്ങൾ. ഇനി ആരാ ഒരാൾ പറയാനുള്ളത്? ബിസ്മില്ലാ. മരിച്ചുപോയ നമ്മുടെ ഷാഫി തഖാഫിയുടെ കുടുംബമാണ്. അല്ലാഹ് തഖാഫിയുടെ ദർജ നീ ഉയർത്തി കൊടുത്തത് അല്ലാഹ്. വിധവ എന്ന നിലയിൽ ആ സഹോദരിയുടെ കണ്ണുനീര് നീ കാണുന്നുണ്ട്. ഷാഫി ഉണ്ടായതുപോലെ നല്ല ജീവിതം അല്ലാഹുവെ പ്രതിസന്ധികളില്ലാതെ നീ കൊടുക്കണേ അല്ലാഹ്, നീ കൊടുക്കണേ അല്ലാഹ്. ഇപ്പൊ 5 അല്ലേ? 5 5. 6 ഇനി ആരാ ഒരാള്? ബിസ്മില്ലാ. നല്ല ധൈര്യത്തോടെ പറഞ്ഞു, അല്ലാഹു തരും, നാഥനായ റബ്ബ് തരും. ഒരു 10 നമുക്ക് ഈ സദസ്സിൽ നിന്ന് കണ്ടാല് ഇനി അടുത്ത പോലെ അല്പം കുറവ് വന്നാലും അതിൽ 1-2 കുറവ് വന്നാലും ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്തതിന്റെ കൂലി അല്ലാഹു തരും. ആരാ 6 കൊടുക്കാൻ പറ്റിയത്? അടുത്ത ഒരു വർഷം പിന്നിടുമ്പോ പടച്ചോൻ അവസരവും സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി തന്നാൽ എൻ്റെ വക ഒരാട് കൊടുക്കാൻ എന്ന രീതിയിൽ കൈബന്ധിക്കാൻ ആരുണ്ട്? ഇനിയും സഹോദരിമാരുടെ ഭാഗത്തൊന്നും എനിക്ക് അവർ തരും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. വടുതലയിൽ ഒരു കാര്യം ചോദിച്ചിട്ട് കിട്ടാണ്ട് വരില്ല. 6 ഒരാളുള്ളതുകൊണ്ട് പെട്ടെന്നൊന്ന് പറയുക. ബിസ്മില്ലാ. 6 ആരേലും ഒരു ചെറുപ്പക്കാരൻ, ഉസ്താദുമാര് ആരെങ്കിലും ഏറ്റെടുത്തിട്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ 6 ഞാൻ 10 മനസ്സിൽ കണ്ടിട്ടുള്ളൂ. പേരെന്താ? അമീർ. അൽഹംദുലില്ലാ സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയത്തി. നല്ല ആമീൻ പറ. സ്വീകരിക്കണം അല്ലാഹ്. അമീറിനും കുടുംബത്തിനും സ്വർഗം കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാവല് നൽകണേ അല്ലാഹ്. മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. ഏത് കാലിടറുന്ന സമയത്തും മൗലാ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോ ആ പ്രിയപ്പെട്ട അമീറിനും കുടുംബത്തിനും രക്ഷയുടെ കവാടങ്ങൾ അവിടുത്തെ കറാമത്ത് കൊണ്ട് തുറന്നു കൊടുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി ആരുണ്ട്? ബിസ്മില്ലാ. ഒന്ന് മനസ്സ് വെച്ചാൽ പെട്ടെന്നാണ്. 7 ഒരാള് സ്ത്രീകളുടെ ഭാഗത്ത് തന്നെ കിട്ടും ഇൻഷാ അല്ലാഹ്. സംഘാടകർ ശ്രദ്ധിച്ചാൽ മതി. 7 ഒരാട്. അടുത്ത വർഷം ഇതുപോലെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ സാഹചര്യങ്ങൾ അനുവദിച്ച് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ റബ്ബെ കൊടുക്കണമെന്ന് നിയ്യത്തിൽ ഏറ്റെടുക്കാൻ 7 ആണിലോ പെണ്ണിലോ പെട്ടെന്നൊന്ന് പറയുക. ബിസ്മില്ലാ. ആർക്കും ഇല്ല, ഞാൻ നിർത്തുകയാണ്. ആരാണ് 7 പറയാൻ പറ്റിയവരൊക്കെ ഉണ്ട്. അള്ളാഹു കൊടുക്കും, കിട്ടും, എന്നെ കൈവിടൂല എന്ന പ്രതീക്ഷയിൽ ഒരു മഹാനുഭാവനെ സ്നേഹിച്ചുകൊണ്ട് ഏറ്റെടുക്കപ്പെടുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതുപോലെ ഉഹദ് മലയ്ക്ക് സമാനമായ സമ്പാദ്യം എൻ്റെ കയ്യിൽ വന്നാലും അതൊക്കെ മുത്തനബിയുടെ മദ്ഹിന് വേണ്ടി ചെലവഴിക്കും. അതാ പ്രേമം എന്ന് പറയുന്നത്. അപ്പൊ ഈ നാടിന് നാടാക്കിയ മൗലാ തങ്ങളെ ഓർക്കുമ്പോൾ ആ കുടുംബത്തിൽ അനർത്ഥങ്ങൾ വരാതെ അവിടുത്തെ കാവലുണ്ടാകും. 7 ഒരാള്? ബിസ്മില്ലാ. പറഞ്ഞു ആരേലും? നിൽക്കുന്ന ചെറുപ്പക്കാരും അല്ലാത്ത എല്ലാവർക്കും പറയാം. 7 ആരേലും ഉണ്ടോ? പറഞ്ഞോ. ബിസ്മില്ലാ. പെട്ടെന്നാവണം. 7 ആരുമില്ല. ഉസ്താമാരുടെ ഭാഗത്തൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. 7 ആരാ? 7 പറഞ്ഞു ആരേലും? സ്ത്രീകളുടെ ഭാഗത്തുണ്ടോ? അവിടെ സംഘാടകരുണ്ടോ? ഇൻഷാ അല്ലാഹ് അവര് പറയും. ഇൻഷാ അല്ലാഹ് 7 കൂടി ഏറ്റെടുക്കാൻ പറ്റിയത് അല്ലാഹു തആല അത് പൂർത്തിയാക്കുന്നതിലേക്ക് കൈബന്ധിക്കുന്നവർക്ക് എല്ലാവിധ വിജയത്തിന്റെ വഴികളും പടച്ചവൻ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. 7 ബിസ്മില്ലാ. ആരുമില്ല? അൽഹംദുലില്ലാ. ഇവിടെ ബിസ്മില്ലാ. മുഹമ്മദ് കുട്ടിക്ക് അൽഹംദുലില്ലാ. ഇത് പൂർണ്ണമാകുന്ന എനിക്ക് ഉറപ്പുണ്ട്. അസ്സലാത്തു അലൻ നബി
വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽഹബീബിൽ അറബി. നല്ല ആമീൻ പറ. സ്വീകരിക്കണേ അല്ലാഹ്. പ്രായത്തിന്റെ ഇത് വകവയ്ക്കാതെ അവിടുത്തെ ഹദറത്തിൽ വന്നിരുന്നിട്ട് ചോദിച്ചപ്പോ കൈപൊന്തിച്ച കുടുംബത്തിൽ ഒരു ദാരിദ്ര്യം നീ കൊടുക്കല്ലേ അല്ലാഹ്. മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾക്കൊക്കെ നല്ല ജീവിതം നീ കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ മരിച്ചവരുടെ ഖബറിൽ ഇതിന്റെ പ്രകാശം ഇപ്പൊ തന്നെ നീ എത്തിക്കണേ അല്ലാഹ്. മൗലാ തങ്ങളുടെ മദതുള്ള നുസ്രത്തുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. ഈ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുന്ന സമയം പിശാച് വല്ലാതെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുമ്പോ ബഹുമാനപ്പെട്ട മൗലാ തങ്ങളെ കൊണ്ട് കാമില ഈമാനോട് കൽബിലെങ്കി മരിക്കാൻ ഈ സ്വതക്ക നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 7. ഇനി 8ാമത് ആരിലുണ്ട്? പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം ഏറ്റെടുത്തത്. 8ാമത് ആരിലുണ്ടോ? ബിസ്മില്ലാ. ഒരു 3 കൂടി പൂർത്തിയാക്കാൻ. ആരാണോ ആ കാര്യങ്ങൾ പൂർത്തിയാക്കി ഒരു 10 നമ്മൾ കാണുക. എന്തിനാ? അടുത്ത കൊല്ലം എന്തോ കാരണവശാൽ ഏറ്റെടുത്തൊരു പ്രയാസം വന്നാൽ 6 7 നമുക്ക് പരിഹരിക്കാനും. 8ാമത് ആരെങ്കിലും ഒരാൾ ആ നീയത്തിൽ കൊടുക്കാൻ നീയത്ത് വയ്ക്കുമ്പോൾ അള്ളാഹു തരും. ആരെങ്കിലും ഉണ്ടോ നിൽക്കണേലോ? ആ പരിസരങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ഉമ്മ നല്ല മനസ്സോടെ ഉമ്മ ചിന്തിച്ചാൽ ഞങ്ങളുടെ മക്കള് ഹാഫിളാവാൻ, ആലിമാവാൻ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ, ഐശ്വര്യപൂർണമായ ജീവിതമൊക്കെ മനസ്സിൽ കണ്ട് 8ാമത് ബിസ്മില്ലാ. ആരുമില്ല. പെട്ടെന്ന് പറയണം. ഉണ്ടെങ്കിൽ എല്ലാരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ കിട്ടും. 8ാമത് ആരെങ്കിലും ഒരാട് കൂടി ഏറ്റെടുക്കാൻ. ആരൊക്കെയാണോ അതിന്റെ പിന്നിലുള്ളതെങ്കിലും അള്ളാഹു അവർക്ക് എല്ലാവിധ വിജയവും 2 ലോകത്തും നൽകുമാറാവട്ടെ. 8ാമത് ബിസ്മില്ലാ. ബാക്കിയിലൊക്കെ ഉണ്ട് പറയാൻ പറ്റുമോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇവിടെ മുമ്പൊക്കെ കുറെ ചില ഉസ്താദുമാരൊക്കെ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ആരെയും ഒരു അനക്കം കാണുന്നില്ല. ശമ്പളത്തിലൊക്കെ ഞെരുക്കം കാണും ഇൻഷാ അല്ലാഹ്. എന്നാലും സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ടാണെങ്കിലും മൗലാ തങ്ങളുടെ കാര്യം ഭംഗിയാക്കുമ്പോൾ ഇൽമിൽ ബർക്കത്തുണ്ടാകും. വലിയ പുരോഗതി ഒരു പേര് പറയേണ്ട ഒരു സമയം 8ആയി. അൽഹംദുലില്ലാഹ്. നല്ല ആമീൻ പറ. സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ അവിടത്തെ മുൻനിർത്തിയാ ചോദിക്കണത്. ഇത്രയായി എന്ന് കേൾക്കാനല്ല. അവിടത്തെ പൊരുത്തമുള്ള ജീവിതം അത് ഏറ്റെടുത്തവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. കച്ചവടം റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. എത്ര വലിയ കടമാണെങ്കിലും അടുത്ത ഉറൂസിന് മുമ്പ് അത് വീട്ടിൽ സന്തോഷത്തോടെ കൊടുക്കാനുള്ള വഴികളൊക്കെ നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കണേ അല്ലാഹ്. പൊന്നു മക്കളെല്ലാം ഉന്നതങ്ങളിൽ എത്താൻ ഈ സ്വതക്ക നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 2 മാത്രം നമ്മൾ കണ്ട 10ലേക്ക് ഒരു സദസ്സിൽ ചോദിച്ചത് പൂർണ്ണമാകുമ്പോൾ അത് അവരുടെ വലിയൊരു പൊരുത്തത്തിനും മതത്തിനും കാരണമാകും. ആരാ 9ാമത് ഒരാള്? ബിസ്മില്ലാ. 9ാമത് ഒരാള്. 2 പേര് ചേർന്നിട്ടാണെങ്കിലും ഒന്ന് ചിന്തിച്ചാലും മതി. 9ാമത് ഉണ്ടോ? ആരുമില്ല. 9ാമത് ഒരാള്. അൽഹംദുലില്ലാഹ്. പടച്ചോനെ ഞങ്ങൾ 10 മുന്നിൽ കണ്ടു. അത് പൂർത്തിയാക്കാൻ ആരാണോ മുന്നിൽ വരുന്നതെങ്കിലും അവരുടെ കാര്യങ്ങൾ ഒരു പ്രയാസങ്ങളുമില്ലാതെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ആരാ 9ാമത്? ബിസ്മില്ലാ. ഒറ്റ ആളോട് കൈപൊതിച്ച 10 പെട്ടെന്നാവും. ആ ബാക്കിയിലൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? 9ാമത് ഒരാളുണ്ട്. ഇത് പെട്ടെന്നാവട്ടെ. ആരുമില്ല. സ്ത്രീകളിലും ആരുമില്ല. അൽഹംദുലില്ലാഹ്. ഒരു പെണ്ണ് പറഞ്ഞങ്ങനെ നിർത്തിയതാ. പിന്നെ ആരും മിണ്ടിയിട്ടില്ല. 2 കൂടി. ബിസ്മില്ലാ. ആരൊക്കെയാണോ അത് മനസ്സിലുണ്ടെങ്കിൽ ശങ്ക വേണ്ട. ഏറ്റെടുക്കുമ്പോ പടച്ചോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് 9ആയി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നല്ല ആമീൻ പറ. സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ അല്ലാഹ്. ആ സഹോദരനെയും കുടുംബത്തിനെയും സ്വർഗം കൊടുക്കണേ അല്ലാഹ്. തൊഴിലുകളിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ദുരിതങ്ങൾക്ക് വരാതെ കാവല് നൽകണേ അല്ലാഹ്. പൊന്നു മക്കളെ ഉന്നതങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. മരിച്ചവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. കാലിടറുമ്പോ ഒരു ഫാത്തിഹ ഹദിയ ചെയ്താൽ അവിടുത്തെ പ്രത്യേക തലോടലുള്ള ജീവിതം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. 1 കൂടി. ബിസ്മില്ലാ. 10ാമത് ഒരെണ്ണം കൂടി. 9 ആയി. ആ 10ൽ ആരാണ് കൈമുദ്ദിക്കുന്നത്? വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്.
ഏതെങ്കിലും ഷിജാസ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ആമീൻ പറ. സ്വീകരിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട ഷിജാസിനും കുടുംബത്തിനും സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിത രംഗത്ത് വിജയം നൽകണേ അല്ലാഹ്. തൊഴിലുകളിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ട് കാവല് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ നൽകല്ലേ അല്ലാഹ്. കുടുംബം അനാഥമാക്കല്ലേ അല്ലാഹ്. മൗലാ തങ്ങളുടെ കാവലുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. ഇനി ആടൊക്കെ വരുമ്പോ നമുക്ക് അരി വേണം കുറച്ച്. 50-100 കിലോ ഒക്കെ വെച്ച് ഏറ്റെടുത്താൽ പെട്ടെന്നാവും. ഒരു 50 കിലോ അരി വെച്ച് ഒരു 10 ആൾ ഏറ്റാലായി. ആരാ ഒരു 50 കിലോ അരി? ബിസ്മില്ലാ. ഒരു 50 കിലോ അരി ഒരാളൊന്ന് തുടങ്ങിയാൽ അൽഹംദുലില്ലാഹ്. എന്താ പേര്? മോന്റെ പേരെന്താ? 2 പേരായി അൽഹംദുലില്ലാഹ്. അനീഷയുടെ തൊട്ട് മുമ്പില് ഷാഹിൻ അൽഹംദുലില്ലാഹ്. 2 പേരായി. ഇനി ആരും 50 കിലോ മൂന്നാം. ഒരു 50 കിലോ അരി ഭക്ഷണമല്ലേ സ്വതക്ക ചെയ്യേണ്ടത്. ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗം നേടുന്നവരെ പറ്റി റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് ഭക്ഷണം കൊടുക്കുക എന്നാണ്. അപ്പൊ മഹാനുഭാവന്റെ പേരിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൈപൊന്തിക്കൽ ചെറുതല്ല. 2 കൂട്ടുകാർക്കും സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരാണ്, കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. പോകുന്ന വഴികൾ ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. പ്രതിസന്ധികളുടെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കണേ അല്ലാഹ്. ഏത് രംഗങ്ങളിലും മൗലാ തങ്ങളെ കൊണ്ട് ആ കുടുംബങ്ങളെ നീ ശക്തിപ്പെടുത്തണം അല്ലാഹ്. മൂന്നാമതാണ് ഒരു 10 ആള് മതി. ഒരു മുത്തഅല്ലിം അൽഹംദുലില്ലാഹ് 50 കിലോ അരി പടച്ചോനെ നാഫിയ ഇൽമു ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഇൽമിന്റെ മുക്തതനുസരിച്ചുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമായ ആലിമാക്കി നീ വളർത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 3 ആളായി. നാലാമതാരാ? 11. നമ്മുടെ സക്കരിയ ഉസ്താദിന് 11 കിലോ അരി അൽഹംദുലില്ലാഹ്. കയ്യിലുള്ളതാണല്ലോ, നീ കബൂലാക്കണം അല്ലാഹ്. ഇൽമിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഇൽമിന്റെ വെളിച്ചം കൊണ്ട് കുടുംബത്തിലൊക്കെ വെളിച്ചം നിലനിർത്തി കൊടുക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നാലാമതൊരു 50 കിലോന്റെ അരി ഏറ്റെടുക്കാൻ 50 കിലോ ഒരു വർഷം കഴിഞ്ഞിട്ടാ. ആരാ ഉള്ളത്? ഒരു 50 കിലോ അരി. ബിസ്മില്ലാഹ്. ഒന്ന് കൈ പൊന്തിച്ചാൽ പടച്ചോൻ അത് ഈമാനുള്ളവർക്ക് ഒരു തടസ്സവും കാണൂല. ഒന്ന് പൊന്തിക്കുക. ഒരു 50 കിലോ അരി ഉണ്ടോ? ഷാഹുഖ് അൽഹംദുലില്ലാഹ് 50 കിലോ. അൽഹംദുലില്ലാഹ്. മാനേജർ പടച്ചോനെ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ സതുദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പൊന്നു മക്കളെ നല്ലവരാക്കണേ അല്ലാഹ്. മഹാനുഭാവന്റെ കറാമത്ത് കൊണ്ട് ജീവിതത്തിൽ വലിയ പുരോഗതിക്ക് ഈ സ്വതക്ക നീ കാരണമാക്കണേ അല്ലാഹ്. 4 പേരായി. അഞ്ചാമത് ഒരു 50 കിലോ അരി. ഒരു 50 കിലോ അരി. ബിസ്മില്ലാഹ്. ഇതൊക്കെ പറയാൻ നമ്മുടെ സ്ത്രീകളില്ലേ? അഞ്ചാമതൊരു 50 കിലോ അരി. ബിസ്മില്ലാഹ്. ആ നിൽക്കുന്ന കുട്ടികളൊക്കെ പറയാം. ഒരു 50 കിലോ അരി അടുത്ത നമ്മുടെ ആണ്ടിലേക്ക് മൗലാ തങ്ങളുടെ പേരിൽ സ്വതക്ക ചെയ്യാൻ കൊടുക്കാൻ ആരാണ് റബ്ബേ ആ മനസ്സിന് ഉടമകളെങ്കിലും അവരുടെ എല്ലാ വിജയത്തിനും അത് നീ കാരണമാക്കണേ അല്ലാഹ്. അഞ്ചാമത് ബിസ്മില്ലാഹ്. പെട്ടെന്ന് പറയണം. അവിടെ ആരോ പറയാനുണ്ടോ മോനെ? അൽഹംദുലില്ലാഹ്. ആരുമില്ല. ദുആയിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ പറയുന്നുണ്ട്, സംഘാടകർ ഉഷാറില്ല. പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. 5 കിലോ 50 കിലോ അല്ലാഹുവേ ആ സഹോദരിക്കും കുടുംബത്തിനും സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പ്രതിസന്ധികളെ തൊട്ട് കാവല് കൊടുക്കണേ അല്ലാഹ്. മാരക രോഗം കൊണ്ട് വലയ്ക്കല്ലേ അല്ലാഹ്. അത് ഏറ്റെടുക്കുമ്പോ ആ ഉമ്മ കരുതിയത് എന്തോ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എങ്ങനെ? വേറൊരു മുത്തഅല്ലിം 50 കിലോ. അപ്പൊ 6 പേരായി. പടച്ചോനെ ഒരു മുത്തഅല്ലിമാണ്, വരുമാനങ്ങളൊന്നും ഇല്ലാത്ത മക്കളാണെങ്കിലും ഇത്തരം കാര്യങ്ങളാണ് ഇൽമിന്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കി ഏറ്റെടുക്കുകയാണ്. ഇൽമിൽ തറക്കി നൽകണേ അല്ലാഹ്. കുരുത്തവും പൊരുത്തവും കൊടുക്കണേ അല്ലാഹ്. നല്ല ഫഹ്മ് നൽകണേ അല്ലാഹ്. നല്ല അഖല് നൽകണേ അല്ലാഹ്. എവിടെയും ഇസ്സത്തുള്ള ജീവിതം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. 6 പേരായി. 4 പേര് മതി, റാഹത്താവും. മറ്റൊരു മുത്തഅല്ലിം കൂടി. അപ്പോൾ 7 ആയി. അൽഹംദുലില്ലാഹ്. നമ്മളൊക്കെ ചിന്തിക്കാൻ പലതുമുണ്ട്. ഒന്നുമില്ലാത്ത മക്കൾ പോലും ഏറ്റെടുക്കുമ്പോ ഇതാ വിജയത്തിന്റെ വഴി. ആ മുത്തഅല്ലിമിനും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് കൺകൊള്ളുക കണ്ട് സന്തോഷിപ്പിക്കാനുള്ള ആലിമാക്കി വളർത്തണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കണേ അല്ലാഹ്. 3 ആള് മതി. 2 SSF ചേർന്നിട്ട്. അപ്പോ 2 പേര് 50. അൽഹംദുലില്ലാഹ്. SSFന്റെ കുട്ടികളാണ്. അല്ലാഹുവേ ആ പൊന്നു മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവർക്ക് നല്ല ജോലി നീ കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രതിസന്ധികളെ തൊട്ടും കാക്കണേ അല്ലാഹ്. അല്ലാഹു ആ മക്കളെ നീ കൈവിടല്ലേ അല്ലാഹ്.
ശിഹാബിന്റെ ഉമ്മ അൽഹംദുലില്ലാ പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ട മാതാവിനും കുടുംബത്തിനും സ്വർഗം നൽകണേ അല്ലാ. ആ കുടുംബത്തിൽ അള്ളാഹു എന്നോടൊപ്പം ഹജ്ജിന് വന്ന സഹോദരിയാണ് വളരെ മുമ്പ്. അല്ലാ ഹജ്ജും ഉംറയും ഒക്കെ നീ കബൂലാക്കണേ അല്ലാ. ശിഹാബിന്റെ തൊഴിലിലും നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ഇന്ന് നല്ല ഭക്ഷണം തന്നു, സ്വർഗീയ ഭക്ഷണം കൊണ്ട് ആ കുടുംബത്തെ സന്തോഷിപ്പിക്കണം അല്ലാ. ഷമീറിന്റെ വാപ്പ കഴിഞ്ഞ ദിവസം മരിച്ചു, 50 കിലോ. അൽഹംദുലില്ലാ. അല്ലാ, ഇതാണ് നല്ല മക്കള്. ഉപ്പ മരിക്കുമ്പോ പിന്നീട് സുഖകരമായ ജീവിതമല്ല, ആ ഉപ്പാക്ക് ഗുണം കിട്ടണമൊക്കെ ചെയ്യാണ്. ഷമീർ എന്ന പൊന്നുമോന്റെ സ്വതക്ക പിതാവിന്റെ കബറിൽ വെളിച്ചമുള്ള അമലാക്കണേ അല്ലാ. അല്ലാഹുവേ നീ കാക്കണം അല്ലാ. അതുപോലെ പിതാവിന്റെ പേരിൽ പ്രിയപ്പെട്ട മജീദിക്ക് 50 കിലോ. അൽഹംദുലില്ലാ. ആ പൊന്നുപ്പാന്റെ കബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ അനുഭൂതി കൊണ്ട് നിറയ്ക്കണേ അല്ലാ. ഉപ്പാനെ ഓർക്കുന്ന മക്കളെ നീ കൈവിടല്ലേ അല്ലാ. എല്ലാ രംഗത്തും ഓർക്ക് നീ പുരോഗതി കൊടുക്കണേ അല്ലാ. ആമീൻ. വേറൊരു സഹോദരി 50 ഇൻഷാ അല്ലാ. അപ്പൊ അരി ഏകദേശം നമുക്ക് ദുആ ചെയ്യാം. 10 മണിയായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഈജിപ്തിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന ഒരു മുത്തഅല്ലിമിനെ ഈ സദസ്സ് ആദരിക്കുകയാണ്. പഠനം കഴിഞ്ഞ് വന്ന 4 വിദ്യാർത്ഥികളെയും ഒരു മോട്ടിവേഷൻ എന്ന നിലയിൽ മഹൽ ഏറ്റെടുത്ത് അവരെ ആദരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചടങ്ങ് പെട്ടെന്ന് നടന്നിട്ട് ഒരു 10 സ്വലാത്തിൽ നമുക്ക് ദുആ ചെയ്യാം. ബന്ധപ്പെട്ട അതിനുവേണ്ടി തൽക്കാലം ഇൻഷാ അല്ലാഹ് വിളിച്ചോടിയാലേ. ഉപരിപഠനത്തിന് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന അഷ്റഫ് തൊടുപുഴ ബഹുമാനപ്പെട്ട കരീം സഖാഫി ഉസ്താദ് ആദരിക്കുന്നു. പെട്ടെന്ന് വിടുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എട്ടിക്കുളം കോളേജിൽ നിന്നും ഖുറാത്തങ്ങളുടെ ശിക്ഷണത്തിൽ മദനി ഡിഗ്രി എടുത്ത് വന്നിട്ടുള്ള മുഹമ്മദ് മദനി ചങ്ങനാശ്ശേരി. പെട്ടെന്ന് വരും. രണ്ടാമത്തത് അഫ്സൽ മദനി മൂവാറ്റുപുഴ കോതമംഗലം. മൂന്നാമത്തത് അൽത്താഫ് മദനി കോതമംഗലം. അല്ലാഹു അക്ബർ. ആമീൻ. ഉസ്താദ്മാരൊക്കെ മുമ്പോട്ടേക്ക്. ഉസ്താദേ, നിങ്ങൾ ഉസ്താദല്ലേ പറഞ്ഞത്? അല്ലാഹു അക്ബർ. ആമീൻ. അടുത്തത് അൽഫാസ് ഫാവുലി. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ. മദ്രസയ്ക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ഇന്ന് കല്ലടൽ കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു വളരെ പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഹസൻ മദനിസുമായിട്ട് ബന്ധപ്പെടണം. അത് സിമെന്റോ കമ്പിയോ കട്ടയൊക്കെ ആയിട്ട് ഒന്നും പിരിക്കണില്ല, പേടിക്കണ്ട. ബന്ധപ്പെട്ടാൽ മാത്രം മതി. ഇൻഷാ അല്ലാഹ് സഹകരിക്കണം, സഹായിക്കണമെന്ന് ഉണർത്തുന്നു. അൽഹംദുലില്ലാ. ഇപ്പോൾ ഈ ഈജിപ്റ്റ് കെയ്റോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ഈ കുട്ടിയോടൊപ്പം തന്നെ നമ്മുടെ ദാറുൽ ഫതഹിൽ നിന്നും പഴയ കാലത്ത് ഞാനോടൊന്ന് പ്രസംഗിക്കുമ്പോൾ ആരാരുമില്ലാതെ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് മാതാപിതാക്കൾ ആരെന്നറിയില്ല, ഉപ്പ ആരെന്നറിയില്ല, ഉമ്മ ആരെന്നറിയില്ല. ഈ കുട്ടി ഇന്ന് പോകുമ്പോൾ അവന് വണ്ടിക്കൂലി കൊടുക്കാൻ കുടുംബങ്ങളുണ്ടെങ്കിൽ ആരാരുമില്ല നമ്മുടെ കൈകളിൽ വന്നുപെട്ട് അസ്ലം, മുഹമ്മദ് അസ്ലം, ആ കുട്ടിയും കെയ്റോയിലേക്ക് പോകുന്നു. ഇന്ന് അവിടെ പള്ളിയിൽ യാത്രയപ്പായിരുന്നു ആ കുട്ടിക്ക്. അൽഹംദുലില്ലാ. ഈ പോകുന്ന മക്കൾക്കൊക്കെ പോകുന്ന സ്ഥലം കെയ്റോ യൂണിവേഴ്സിറ്റി ആണെങ്കിലും പരിസരങ്ങൾ കണ്ടറിഞ്ഞ് അഖീദ മുറുകെ പിടിച്ച് പഠന പുരോഗതിയിലെത്തി നാട്ടിൽ വന്നാലും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാനുള്ള എല്ലാ കഴിവുകളും തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പഠനം കഴിഞ്ഞവർക്കൊക്കെ ഹൈറായ രൂപത്തിൽ നല്ല ജോലികൾ അല്ലാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു 10 മൗലാ തങ്ങളുടെ പേരിൽ യാസീൻ ഓതിയിട്ടുണ്ട്, ദിക്ർ ധാരാളം ചൊല്ലിയിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കരുതിയവരുടെ ഹദറത്തിലേക്കൊക്കെ അല്ലാഹു എത്തിക്കുമാറാവട്ടെ. അല്ലാഹു എത്തിക്കുമാറാവട്ടെ. ഇന്നത്തെ പരിപാടിക്കും മാംസവും അരിയും മറ്റൊക്കെ തന്ന് സഹായിച്ചവരുണ്ട്. അല്ലാഹു സ്വർഗീയ വിഭവങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഇപ്പോഴത്തെ ദുആയല്ല,
നിങ്ങളൊക്കെ ദ്വാരക്കണം. ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് രാത്രിയുള്ള ഫ്ലൈറ്റിന് ഞാൻ ഇത്തവണത്തെ ഹജ്ജ് കർമ്മത്തിന് പോകുന്നുണ്ട്. ഹറമിലെത്തുമ്പോൾ നിങ്ങളുടെ ഏകദേശം പേരറിയില്ലെങ്കിലും ഈ വന്ന മുഖങ്ങൾ അള്ളാഹുവെ നരകത്തിലേക്ക് വിടല്ലേ എന്ന് കഅബയുടെ കില്ല പിടിച്ചു പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ട് ദുആ കഴിഞ്ഞ് പോകുമ്പോൾ പണമില്ലെങ്കിലും ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ ആരും മുസാഫഹത്ത് ചെയ്യാൻ മറക്കരുത് എന്നുകൂടി ഉണർത്തി ഒരു 10 സ്വലാത്ത് എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم. ധാരാളം ആളുകൾ പലതും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രയാസമുള്ളവരിയ്ക്കുക, അല്ലാത്തവർ നിൽക്കുക, എന്നിട്ട് നല്ല ആമീൻ പറയുക. ഇപ്പൊ ഈ സനത് വാങ്ങി വന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികളൊക്കെ അവരുടെ പ്രാഥമിക പഠനം എന്ന് വേണ്ട നല്ലൊരു കാലത്തെ പഠനം ദാറുൽ ഫതഹിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം അവിടെ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവരാണ് അൽഹംദുലില്ലാഹ് ഇവിടെ വന്ന് സുഹൈൽ ഉസ്താദിൽ നിന്ന് ഇപ്പോൾ മദനി ബിരുദം കരസ്ഥമാക്കി ഇവിടെ വന്നവരും. ഇപ്പൊ യഥാർത്ഥത്തിൽ ദാറുൽ ഫതഹിന്റെ സന്തതികളാണ് അവരൊക്കെ. പുതിയ മുഖമൊന്നും ഞാൻ ആ കൂട്ടത്തിൽ കണ്ടില്ല. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും നല്ല സേവനത്തിനും ഖിദ്മത്തിനൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല ആമീൻ പറയുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ മുത്തുനബിയുടെ തിരുറൗളയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. സ്വലാത്ത് മുന്നിൽ വെച്ച് മൗലാ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് ദിക്റും ഖുർആനും ഇസ്തിഗ്ഫാറൊക്കെ ധാരാളം ചൊല്ലി മുതഅല്ലിമീങ്ങളും പ്രായമുള്ളവരും സ്ത്രീകളും രോഗമുള്ളവരൊക്കെ ഒരുമിച്ചുകൂടി പ്രതീക്ഷയോടെ ആ മഹാനുഭാവന്റെ അല്ലാഹുവെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദുആയ്ക്ക് നീ ഉത്തരം നൽകണം അല്ലാഹ്. ന്യൂനതകൾ കൊണ്ട് ഞങ്ങൾ പുറന്തള്ളപ്പെടുമെങ്കിലും നീ പരിഗണിച്ച മഹാനുഭാവനെ കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഹിദായത്ത് നിലനിർത്തണം അല്ലാഹ്. തഖ്വയുള്ള ജീവിതം നൽകണം അല്ലാഹ്. ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ ന്യൂനതകൾ ഏറെ വന്നവരാണ്. നീ കാരുണ്യവാനാണ്, എല്ലാം നീ പൊറുക്കണം അല്ലാഹ്. ശിഷ്ടകാലം നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. ഞങ്ങൾ ഇങ്ങനെ വന്ന് ആവേശത്തിലിരിക്കുമ്പോൾ ഞങ്ങളാക്കിയ പൊന്നുപ്പമാർ, ഉമ്മമാർ, കുടുംബത്തിലെ പലരും സഖാഫി മരണപ്പെട്ട ആ സഖാഫിയുടെ വിധവ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് അല്ലാഹ്. ഈ നിൽക്കുന്നതും പറയുന്നതും ഒക്കെ അവരുടെ ഖബറിൽ ജീവിതകാലത്ത് ഞങ്ങൾ അടുത്തിരിക്കുമ്പോൾ സന്തോഷമുള്ള അമല് പോലെ നീ കാണിച്ചു കൊടുക്കണം അല്ലാഹ്. ഉപ്പാനെ ഓർത്ത് അരി മാംസമൊക്കെ ഏറ്റെടുത്തവരുണ്ട്. ആ പൊന്നു മക്കളെ നീ കൈവിടല്ലേ അല്ലാഹ്. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. അവരുടെ പരിചരണം കൊണ്ട് സ്വർഗം നേടുന്നവരാക്കണം അല്ലാഹ്. സുൽത്താനുല്ലമ, റഈസുല്ലമ, ബദറുസ്സാദ തുടങ്ങിയ ഞങ്ങളുടെ നേതൃത്വത്തെ നീ വലിയ കാലം ഇനിയും ഞങ്ങളുടെ മുന്നിൽ കാട്ടിത്തരണം അല്ലാഹ്. അവരുടെ ക്ഷീണം കൊണ്ട് ഞങ്ങളെ നീ വലയ്ക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് ഓടിച്ചെല്ലാനുള്ള അത്താണിയാണ്. ഇനിയും ഞങ്ങൾക്ക് ദീർഘകാലം നിലനിർത്തി തരണം അല്ലാഹ്. അർഹമുർറാഹിമായ അല്ലാഹ്, മരണപ്പെട്ടവരുടെ ദറജകൾ നീ ഉയർത്തണം അല്ലാഹ്. അർഹമുർറാഹിമേ, ക്യാൻസർ, അറ്റാക്ക്, ട്യൂമർ പോലത്തെ രോഗം ഞങ്ങളുടെ സന്താന പരമ്പര ഖിയാമം വരെ ഒരാൾക്കും തരല്ലേ അല്ലാഹ്. കിഡ്നി തകരാറിലായി ഡയാലിസിന് വിധേയമാക്കല്ലേ അല്ലാഹ്. കൈകാലുമുട്ട് വേദന, ഊരവേദന, ഡിസ്കിന് തകരാറ്, ഉദര സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് വലയ്ക്കല്ലേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച കുറയ്ക്കല്ലേ അല്ലാഹ്. കേൾവി ശക്തി നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കൊണ്ട് വലയ്ക്കല്ലേ അല്ലാഹ്. ഗർഭാശയ രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്.
ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ല. ഇത്തരം മാരക രോഗങ്ങൾ വല്ല ശരീരങ്ങൾ ഉണ്ടെങ്കിൽ മൗലാ തങ്ങളുടെ കറാമത്ത് കൊണ്ട് ശിഫയാക്കണം അല്ല. സ്റ്റോക്ക് വന്ന് തളർത്തിക്കളയല്ലേ അല്ല. അനുഗ്രഹമായി തന്ന അവയവങ്ങൾ മുറിച്ചു കളയുന്ന രോഗം തരല്ലേ അല്ല. ഞങ്ങളുടെ പൊന്നു മക്കളെ ഞങ്ങളുടെ മുന്നിൽ നീ രോഗികളാക്കല്ലേ അല്ല. നടക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ബുദ്ധിയുടെ വളർച്ച കുറവുണ്ട്, പലതും പറഞ്ഞ് കരയുന്നവരുണ്ട്. യാ അല്ലാ ശിവ കൊടുക്കണേ അല്ല. സർവ്വ സിഹറുകളും ബാത്തുലാക്കണേ അല്ല. കണ്ണേറുകളെ തൊട്ട് കാവല് നൽകണേ അല്ല. മാനസിക രോഗികളാക്കല്ലേ അല്ല. പൈശാചിക രോഗം കൊണ്ട് വലയ്ക്കല്ലേ അല്ല. യാ അല്ലാ ഇനിയും ന്യൂനപക്ഷത്തെ ദ്രോഹിക്കുന്ന ഒരു ഭരണ സംവിധാനം നീ കൊണ്ടുവരല്ലേ അല്ല. അവരുടെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അല്ല. ഫലസ്തീനിലെ പൊന്നുമക്കളെ കൊന്നൊടുക്കുന്ന ധിക്കാരികളെ നീ തന്നെ കൈകാര്യം ചെയ്യണേ അല്ല. നീ തന്നെ കൈകാര്യം ചെയ്യണം അല്ല. അപകടങ്ങളിലോ അപകട മരണങ്ങളിലോ പെടുത്തല്ലേ അല്ല. വികൃതമായ മയ്യത്തിന്റെ ഉടമകളാക്കല്ലേ അല്ല. ഈ നിൽക്കുന്ന കച്ചവടക്കാര്, കൃഷിക്കാര്, കൂലിപ്പണിക്കാര്, ഡ്രൈവർമാര്, കോൺട്രാക്ടർമാര്, പ്രവാസികൾ, ഏത് തലങ്ങളിലുള്ളവരാണെങ്കിലും പുരോഗതി കൊടുക്കണേ അല്ല. സ്തംഭനാവസ്ഥകൾ മാറ്റണേ അല്ല. കടം കൊണ്ട് നട്ടം തിരിയുന്നവരുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ല. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ല. പലിശയിൽ അകപ്പെട്ടവരുണ്ട്, സലാമത്തിന്റെ വഴി തുറക്കണേ അല്ല. തലചായ്ക്കാൻ ഇടമില്ലാത്തവരുണ്ട്, ഹൈറായത് കൊടുക്കണം അല്ല. തുടങ്ങിയ വീടിന്റെ പണികളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കണം അല്ല. കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും ഭാര്യ മക്കളിലും സമാധാനവും സന്തോഷവും നൽകണേ അല്ല. മക്കളെ കൊണ്ട് കുടുംബം നീ കണ്ണുനീരിലാക്കല്ലേ അല്ല. പഠിക്കുന്ന മക്കളാണ്, നല്ല ഓർമ്മശക്തി നൽകണേ അല്ല. കൂർമ്മ ബുദ്ധി നൽകണേ അല്ല. നീറ്റ് ഉൾപ്പെടെ പരീക്ഷകൾ ഏറെ എഴുതിയ മക്കളുണ്ട്, ഉന്നത വിജയം കൊടുക്കണേ അല്ല. ഉപരിപഠനം ആഗ്രഹിക്കുന്ന മേഖലകളിൽ തരപ്പെടുത്തണം അല്ല. അല്ല ഞങ്ങളുടെ മക്കളെ ഒരിക്കലും നീ മോശക്കാരാക്കല്ലേ അല്ല. മദ്യപാനികളാക്കല്ലേ അല്ല. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലേ അല്ല. ബിദ്അത്തിന്റെ വാഹകരാക്കല്ലേ അല്ല. മൗലാ തങ്ങളുടെ ഉറൂസിലേക്ക് മാംസം അതുപോലെ തന്നെ അരി ഇതൊക്കെ ഏറ്റെടുത്തവരാണ് അധികവും. അവർക്ക് നീ സ്വർഗീയ വിഭവം നൽകണേ അല്ല. അവരുടെ മുറാദുകൾ ഹാസുലാക്കണേ അല്ല. ഇത് ഏറ്റെടുത്ത് നടത്തി പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഇതിന്റെ പിന്നിൽ ഹസൻ ഉസ്താദ് ഉൾപ്പെടെ ഉണ്ട് അല്ല. അവരെ നീ കൈവിടല്ലേ അല്ല. അവരുടെ പദ്ധതികളൊക്കെ നീ വിജയിപ്പിക്കണമല്ല. ബഹുമാനപ്പെട്ട അലി ബാഫക്കിത്തങ്ങൾ ഇന്ന് അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് ശിലഭാഗിയെങ്കിൽ വളരെ പെട്ടെന്ന് ഉയർന്നു കാണാനുള്ള വഴികളൊക്കെ നീ തുറക്കണം അല്ല. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നീ പുരോഗതിയിലാക്കണം അല്ല. പഠിക്കുന്ന പൊന്നു മക്കൾക്ക് നല്ല ഭാവി നൽകണേ അല്ല. ഖിദ്മ ചെയ്യുന്ന ഉസ്താദുമാർക്കൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ല. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല. ഈ നാട്ടിലും നാട്ടുകാരിലും ബറക്കത്ത് ചെയ്യണം അല്ല. ഇതിന്റെ വളണ്ടിയേഴ്സായി പ്രവർത്തിച്ചവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ല. ഭക്ഷണം പാകം ചെയ്തവർ, വിതരണം ചെയ്യുന്നവർ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ല. അത് കൊണ്ടുപോയി കഴിക്കുമ്പോ അത് വലിയ ശിഫയുള്ള ഒരു മരുന്നാക്കണേ അല്ല. ബറക്കത്തുള്ള ആഹാരമാക്കണേ അല്ല. പടച്ചോനെ എന്റെ മുന്നിൽ ആമീൻ പറയുന്ന പ്രിയപ്പെട്ടവർ, എനിക്ക് പറയാൻ പരിമിതികളുണ്ട്. എന്ത് നല്ലത് കരുതിയോ മുഴുവനും നിറവേറ്റി കൊടുക്കണേ അല്ല. അലട്ടുന്ന വേദനകൾ പരിഹരിക്കണേ അല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ധാരാളം നിർവഹിക്കാൻ അവസരം നൽകണേ അല്ല. മുത്തുനബി തങ്ങളെ കണ്ടിട്ടല്ലാതെ റൂഹ് പിടിക്കല്ലേ അല്ല. പാപക്കറകളെ കൊണ്ട് ഞങ്ങൾക്കും നബിതങ്ങൾക്കും ഇടയിൽ മറയിടല്ലേ അല്ല. യാ അല്ലാ ഞങ്ങളെ നീ കൈവിടല്ലേ അല്ല. കൈവിടല്ലേ അല്ല. നിന്റെ ഹറമിലേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും നീ കാമലാകണേ അല്ല. ഒരു പ്രയാസത്തിലും പെടുത്തല്ലേ അല്ല. ഈ സദസ്സിലുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് പോകാനുള്ള ഭാഗ്യം കൊടുക്കണം അല്ല. അർഹമുർ-റഹീമായ അല്ലാഹ് ദുനിയാവിൽ എന്തൊക്കെ തന്നാലും മരിക്കാണ്ട് പറ്റൂല. മരണം ഖൈറാകുമ്പോ കൽബിലെങ്കിൽ കാമിലായ ഈമാനോടെ മരിക്കുന്നവരാക്കണേ അല്ല. ഞങ്ങളെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുമ്പോ ഉറ്റവർ വിതുമ്പി കരയുമ്പോ കദ്ദിമൂനി പുഞ്ചിരിയോടെ യാത്ര പോകുന്ന യാത്രക്കാരാക്കണേ അല്ല. ഖബറാകുന്ന ഇരുട്ടറ പ്രകാശം കൊണ്ട് അലങ്കരിക്കണേ അല്ല. സിറാത്ത് മിന്നൽ വേഗത്തിലാക്കണേ അല്ല. ഹിസാബ് എളുപ്പത്തിലാക്കണേ അല്ല. കിതാബ് വലതുകയിൽ നൽകണേ അല്ല. നരകം ഹറാമാക്കണേ അല്ല. ഔദാര്യമായി സ്വർഗം നൽകണേ അല്ല. മുത്തുനബിയുടെ ജിവാറ് നൽകണേ അല്ല. ഹൗദുൽ കൗസർ നൽകണേ അല്ല. നിന്റെ ലിഖാഇന് അവസരം നൽകണേ അല്ല. യാ അല്ലാ പാപികളാണ്, ദോഷികളാണ് ും ദിക്റ്, സ്വലാത്ത്, ഖുർആൻ, ഇസ്തിഗ്ഫാർ ഒക്കെ ചൊല്ലി മുതഅല്ലിമീങ്ങൾ ഏറെയുണ്ട്, പ്രായമുള്ളവരുണ്ട്. എല്ലാവരുടെയും സമക്ഷത്തിൽ നിരവധി ഉലമാക്കളുണ്ട്. എല്ലാവരും കൂടി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയ്ക്ക് ഉത്തരം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്ത്
ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹറമിലേക്ക് പോകുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാൻ ഏൽപ്പിക്കേണ്ടവരാണ്. അപ്പോൾ ഒന്ന് കൈ മുസാഫഹത്ത് ചെയ്യുക. കൈകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതില്ല ബർക്കത്തിന് തരിക, ഇല്ലെങ്കിലും ആ ബന്ധമാണല്ലോ വലുത്. നിങ്ങളെല്ലാവരും മുസാഫഹത്ത് ചെയ്യണം. സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും പരിപാടികൾ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എൻ്റെ സ്ഥാപനത്തിലും സദസ്സിലും വിശുദ്ധ ഹറമിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന വസിയത്തോടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞു കൊടുത്തെങ്കിൽ സൗർ മലയുടെ മുകളിൽ പോലും